الحمد لله رب العالمين والصلاة والسلام على سيد المرسلين وخاتم النبيين وعلى آله وأصحابه أجمعين الطيبين الطاهرين ومن تبعهم بإحسان إلى يوم الدين. أما بعد فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. لقد جاءكم رسول من أنفسكم عزيز عليه ما عنتم حريص عليكم بالمؤمنين رؤوف رحيم. فإن تولوا فقل حسبي الله لا إله إلا هو عليه توكلت وهو رب العرش العظيم. هو الذي بعث في الأميين رسولا منهم يتلو عليهم آياته ويزكيهم ويعلمهم الكتاب والحكمة وإن كانوا من قبل لفي ضلال مبين. صدق الله العظيم. اللہ کے نام سے جو بڑا مہربان نہایت رحم والا ہے، میں اپنی طالب علمانہ گفتگو کا آغاز کرتا ہوں. سرکار دو عالم فخر بنی آدم تاجدار مدینہ احمد مجتبیٰ محمد مصطفیٰ صلی اللہ علیہ وسلم کے دربار عالی میں ہدیہ درود و سلام پیش کرنے کی سعادت پاتا ہوں. حضرات صحابہ، تابعین و تبع تابعین، ائمہ مجتہدین، مفسرین و محدثین و متکلمین، علماء کرام، مجاہدین اسلام، مبلغین عظام کی طویل خدمات کا ایک زرین سلسلہ ہے جس سے یہ امت ہمیشہ فیض یاب ہوتی رہی ہے، ہوتی رہے گی. ہم ان تمام خدمات کو بھی خراج تحسین پیش کرتے ہیں، اعتراف کرتے ہیں اور ان کے لیے دعائے خیر کرتے ہیں. احمدہ و نصلی علی رسولہ الکریم. اما بعد. അതിരത്ത ദയാലുവും കരുണാവാരധിയുമായ അള്ളാഹുവിൻ്റെ പരിശുദ്ധ നാമത്തിൽ ഈ ഉയർന്ന സദസ്സിനോടുള്ള സംബോധന ഞാൻ ആരംഭിക്കുന്നു. ലോകാനുഗ്രഹിയും ലോകത്തിൻ്റെ മുഴുവൻ നേതാവും മുഴുവൻ ചരാചരങ്ങളുടെയും കാരണക്കാരനുമായ സയ്യിദുനാ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ തിരുസമക്ഷത്തിൽ ആയിരക്കണക്കായ സലാത്തുകളുടെ പൂച്ചെണ്ടുകൾ സമർപ്പിക്കുന്നതിന് അതിൽ ഞാൻ ആനന്ദം കൊള്ളുന്നു. മഹാന്മാരായ സഹാബാക്കൾ, താബിഈങ്ങൾ, തബഉ താബിഈങ്ങൾ, മുഫസ്സിരീങ്ങൾ, മുഹദ്ദിസീങ്ങൾ, ഫുഖഹാക്കൾ, ഉലമാക്കൾ, മുതകല്ലിമീങ്ങൾ, ലോകത്തെ ഇസ്ലാമിനെ പ്രചരിപ്പിക്കുന്നതിന് വേണ്ടി പരിശ്രമിച്ച മുജാഹിദീങ്ങൾ, ലോകത്തെ ഇസ്ലാമിൻ്റെ പ്രചാരണത്തിൻ്റെ വഴിയിൽ പാടുപെട്ട മുബല്ലിഗീങ്ങൾ, ദഅവത്തിൻ്റെ തബ്ലീഗിൻ്റെ വഴിയിൽ പരിശ്രമിച്ച ആളുകൾ, ഈ പരിശുദ്ധമായ ദീൻ നമ്മളിലേക്ക് എത്തിച്ചേരുന്നതിന് കാരണക്കാരായ അതിനുവേണ്ടി പരിശ്രമിച്ച മുഴുവൻ മഹാന്മാർ, എല്ലാവർക്കു വേണ്ടി ആത്മാർത്ഥമായി ദുആ ചെയ്യുകയും നമ്മളുടെ എല്ലാവരുടെയും ഭാഗത്തു നിന്നുള്ള ഗുണങ്ങൾ അവർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകട്ടെ എന്ന് അവരെ ആശീർവദിച്ചുകൊണ്ട് ഞാൻ ആരംഭിക്കുക. کشاف العلوم کے اس عظیم جلسے میں مجھ سے پہلے ملک کے مقتدر علماء کرام جن کی دینی خدمات مسلسل جاری ہیں، بہت ہی اہم انہوں نے خطابات فرمائے اور دین کے بارے میں، علم دین کے بارے میں، علی الخصوص کشاف العلوم کے بارے میں، اور عزیز محترم حضرت مولانا عبدالکریم صاحب رشادی قاسمی زیدت معالیہم کی خدمات کے بارے میں انہوں نے بڑی اہم باتیں، ہمت افزا باتیں اور مطابق واقعہ باتیں ارشاد فرمائیں، اور جو حالات پیش آئے تھے
उन पर भी एक हल्का सा उन्होंने हल्की सी नज़र डाली और मैं जहाँ तक समझा हूँ ये उन्होंने बताया कि ये सब होता रहता है, लेकिन उसकी वजह से जो खैर की सूरतें पैदा होती हैं और मौलाना अब्दुल करीम साहब के वहाँ से यहाँ आने के नतीजे में इस मदरसे ने जो तरक्की की और एक ही साल के अंदर इसके तलबा में जो इजाफ़ा हुआ और इसके शोबों में जो तरक्की हुई और आज कितने तलबा मौलवी आलिम और मौलवी फाजिल और कारी हाफिज़ की सनद लेने के लिए यहाँ जमा है, ये अल्लाह का फ़ज़ल है और उसकी हिकमतों का एक नतीजा है कि ये इस तरह से वाक़यात पेश आए हैं. നമ്മളുടെ മുമ്പിൽ വിവരിക്കപ്പെട്ടു. മുമ്പുള്ള പ്രസംഗത്തിൽ നിന്ന് മനസ്സിലായി കശാഫുൽ ഉലൂം മദ്രസയെ ഇതിൻ്റെ അവസ്ഥയെ സംബന്ധിച്ചും ഇപ്പോഴുള്ള ഇതിൻ്റെ അവസ്ഥയെ സംബന്ധിച്ചും എല്ലാം നമ്മളുടെ മുമ്പിൽ പറയപ്പെട്ടു. പ്രത്യേകിച്ചും ഇവിടുത്തെ പ്രധാനപ്പെട്ട നമ്മളുടെ എല്ലാവരുടെയും ഉസ്താദായ ബഹുമാനപ്പെട്ട അബ്ദുൽ കരീം ഹസ്രത്ത് അവർകൾ ദാമത്ത് ബറകാത്തുഹും വസീദത്ത് മആലിഹിം അവരുടെ പരിശ്രമത്തെക്കുറിച്ചും ഉസ്താദ് അവർകളുടെ ത്യാഗത്തെക്കുറിച്ചും ഇവിടെ വരാനുണ്ടായ കാരണത്തെക്കുറിച്ചും യാദൃശ്ചികമായ നിലയിൽ സംഭവിച്ചു പോയ കാര്യത്തെക്കുറിച്ചും ഇവിടെ വന്നതിൻ്റെ പേരിൽ മദ്രസയ്ക്കുണ്ടായ പുരോഗതിയെക്കുറിച്ചും ഇവിടെ ഇത്രയും ദിവസങ്ങൾ ഒരു വർഷത്തിനുള്ളിൽ ഇത്രയധികം ഫാദിലീങ്ങൾ ഹാഫിലീങ്ങൾ ആലിമീങ്ങളെല്ലാം സനദ് വാങ്ങിക്കുന്നതിന് തയ്യാറായതിനെക്കുറിച്ചും ഈ സംഭവങ്ങളെക്കുറിച്ചും ഇതെല്ലാം അള്ളാഹുവിൻ്റെ തീരുമാനമായിരുന്നുവെന്നും ആ തീരുമാനത്തിൻ്റെ പിന്നിലുണ്ടായ ഖൈറാണെന്നും അങ്ങനത്തെ വിഷയങ്ങളെ സംബന്ധിച്ചെല്ലാം നമ്മളുടെ മുമ്പിൽ വിവരിക്കപ്പെട്ടു. ഇതെല്ലാം അള്ളാഹുവിൻ്റെ തീരുമാനമാണ്, അള്ളാഹുവിൻ്റെ തീരുമാനത്തിനാൽ നടന്ന കാര്യങ്ങൾ. और तारीख़ में ये कोई नई चीज़ भी नहीं है. दारुल उलूम देवबंद में भी उसके इब्तदाई ज़माने में इस किस्म की सूरत हाल पैदा हुई और कितने ही अकाबिर असातिज़ा ने देवबंद से हिजरत फरमाई और डाभेल तशरीफ़ ले गए. वहाँ के मदरसे को उन हज़रात के तशरीफ़ ले जाने के नतीजे में एक आलमी शोहरत नसीब हुई, तरक्की हुई और तालीम और इल्म का सरचश्मा बड़ी तेज़ी के साथ वहाँ से भी जारी हुआ. ये देवबंद में भी पेश आया. इसी तरह हमारा जो मरकज़ है मदरसा बाक़ियात सालिहात वेलूर, उसमें भी कुछ ऐसी सूरतें पेश आईं कि वहाँ से भी कई उलमा और असातिज़ा तशरीफ़ ले गए और दूसरी जगहों को उन्होंने रौनक बख्शी और एक मुद्दत दराज से चलते रहने वाले मदरसे में जिसके अंदर कोई तरक्की की बज़ाहिर सूरत नहीं थी, इन बुज़ुर्ग असातिज़ा के जाने के नतीजे में उसको बड़ी तरक्की हुई, बड़ी शोहरत हुई और एक मरकज़ी हैसियत हासिल हुई. तो ये इसको अल्लाह की हिकमत है, ये मसलहत है ये, और हमें उसको तस्लीम करना चाहिए, मंजूरी देनी चाहिए. अगरचे अज़ीज़ मोहतरम मौलाना के साथ ये सूरत हाल पेश आई तो मोहब्बत करने वालों, ताल्लुक़ रखने वालों को यकीनन दुख हुआ, सदमा हुआ, अफसोस भी हुआ और उन पर जो गुज़री वो वही जानते हैं. लेकिन बहरहाल हिम्मतें बुलंद होती हैं और मैं हमेशा कहा करता हूँ कि उलमा के लिए जो वारिसीन पैगम्बर हैं, रसूलुल्लाह ने हिजरत फरमाई तो उलमाए किराम भी किसी न किसी शक्ल में इस सुन्नत को अदा करने वाले अल्लाह की तौफीक से बनते हैं. ഇതൊരു പുതിയ കാര്യമൊന്നുമല്ല, ആശ്ചര്യപ്പെടാനുള്ള കാര്യവുമല്ല. ഇത് സാധാരണ നിലയിൽ നടക്കുന്നതാണ്. ഇതിനേക്കാൾ ഉയർന്ന ദാറുൽ ഉലൂം ദേവബന്ദിലും ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. അവിടെയും ആദ്യകാലത്ത് പ്രമുഖരായ പ്രധാനപ്പെട്ട മശായിഖന്മാർ ഉസ്താദന്മാർ പലരും അവിടെ നിന്ന് മറ്റു ഭാഗങ്ങളിലേക്ക് ചില കാരണങ്ങളുടെ പേരിൽ മാറേണ്ടി വന്നിട്ടുണ്ട്. അങ്ങനെ ചില സന്ദർഭങ്ങളിൽ മാറേണ്ടി വന്നപ്പോൾ പ്രമുഖരായ പല ഉസ്താദന്മാരും അവിടെ നിന്ന് മാറി ഡാബേലിൽ വരികയും അവിടെ കാലങ്ങളായി നടന്ന് വലിയ പുരോഗതിയില്ലാതെ നടന്നുകൊണ്ടിരുന്ന മദ്രസയ്ക്ക് വലിയ പ്രശസ്തിയും പുരോഗതിയും ഉണ്ടാവുകയും
ദീനിൻ്റെ ഉലൂമുകളുടെ ഉറവിടങ്ങൾ അവിടെ നിന്ന് പൊട്ടിപ്രവഹിക്കാൻ അത് കാരണമാവുകയും ചെയ്തിട്ടുണ്ട്. ലോകത്തിൻ്റെ നാനാഭാഗത്തേക്കും അത് പ്രചരിക്കുകയും വലിയ പ്രശസ്തി നേടുകയും ചെയ്തിട്ടുണ്ട്. ഇതേ നിലയിൽ തെക്കേ ഇന്ത്യയിലെ പ്രമുഖ സ്ഥാപനമായ ബാഖിയാത്തു സാലിഹാത്ത്, വേലൂരിലെ ബാഖിയാത്തു സാലിഹാത്തിലും ഒരു സന്ദർഭത്തിൽ അവിടെ നിന്ന് കുറേ ഉസ്താദന്മാർ പോകാൻ ഇടയാവുകയും അങ്ങനത്തെ ഒരു സംഭവം നടക്കുകയും ചെയ്തപ്പോൾ അവർ പോയതിൻ്റെ പേരിൽ പല ഭാഗത്തും വലിയ വലിയ സ്ഥാപനങ്ങൾ ഉണ്ടാകുന്നതിന് കാരണമായിട്ടുണ്ട്. കാലങ്ങളായി നടന്നുകൊണ്ടിരുന്നെങ്കിലും ഒരു പുരോഗതിയുമില്ലാതെ ഒരു പ്രശസ്തിയുമില്ലാതെ ആരും അറിയാതെ തളർന്നു കിടന്നിരുന്ന പല സ്ഥാപനങ്ങളും അവർ മുഖേന വലിയ പ്രശസ്തിയിലേക്ക് വരികയും ലോകം മുഴുവൻ അറിയപ്പെടാനും അവിടെ നിന്ന് ഇൽമിൻ്റെ ഉറവിടങ്ങൾ ലോകം മുഴുവൻ പ്രചരിക്കാനും കാരണമായി. ഇതെല്ലാം സാധാരണ നിലയിൽ ഉള്ള കാര്യമാണ്. ഇങ്ങനത്തെ ഒരവസ്ഥ തന്നെയാണ് ബഹുമാനപ്പെട്ട ഉസ്താദ് അവർകൾക്കും വന്നത്. അതൊരു വലിയ പ്രശ്നമുള്ള കാര്യമല്ല. യഥാർത്ഥത്തിൽ ആ സംഭവം നടന്നതിൻ്റെ പേരിൽ ഉസ്താദിനെ സ്നേഹിക്കുന്ന, ബഹുമാനിക്കുന്ന, സഹകരിക്കുന്ന ആളുകൾക്ക് പലർക്കും മനസ്സിന് വിഷമവും പ്രയാസവും ഒക്കെ ഉണ്ടായേക്കാം. അതെല്ലാം സഹജമാണ്. എങ്കിലും അതുകൊണ്ട് അള്ളാഹുവിൻ്റെ ഹിക്മത്താണ്, അള്ളാഹുവിൻ്റെ തീരുമാനമാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല ചില കാര്യങ്ങൾ ഇങ്ങനെയാണ് നടത്തുന്നത്. സയ്യിദുനാ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജറ ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. അങ്ങനെ ഹിജറ ചെയ്തതിൻ്റെ പേരിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും ആ നിലയിൽ നാട് വിട്ടുപോയി മറ്റൊരു നാട്ടിലേക്ക് പോയതിൻ്റെ പേരിൽ ദീനിനെ പ്രചരിപ്പിക്കുന്നതിനുള്ള ഒരു മാർഗം അള്ളാഹു സുബ്ഹാനഹു വ തആല വെച്ചു. അമ്പിയാക്കളുടെ വാരിസ്യങ്ങളായ ഉലമാക്കൾക്കും ഏതെങ്കിലും ഒരു നിലയിൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പോലെയുള്ള ഹിജറ അല്ലെങ്കിലും ഏതെങ്കിലും തരത്തിൽ അങ്ങനത്തെ ആ സുന്നത്തിനെ പിൻപറ്റുക, ആ സുന്നത്ത് നടപ്പിലാവുക എന്നുള്ളത് അള്ളാഹുവിൻ്റെ തീരുമാനപ്രകാരം നടക്കുന്നതാണ്. അതിൽ കൂടി അള്ളാഹു സുബ്ഹാനഹു വ തആല വലിയ ഗുണങ്ങളും വലിയ നേട്ടങ്ങളും വെച്ചു. मैं हज़रत मौलाना अब्दुल करीम साहब को बशारत सुनाता हूँ, खुशखबरी सुनाता हूँ और उन्हें मुबारकबाद देता हूँ और इस खुशी का इजहार करता हूँ कि वो इन हालात की वजह से पस्त हिम्मत नहीं हुए और उन्होंने अपने अज़ाइम में और बुलंदी पैदा की, हौसले उनके और बढ़े, इरादों में और वुसअत पैदा हुई और अल्लाह का फजल व करम है कि पत्तनम तिट्टा के अहबाब ने उनके साथ नुसरत का, मुआवनत का, मदद का मामला किया, उनका इस्तकबाल किया, उनका साथ दिया और हर तरह से उनके कामों में मदद की। मैं इन सब को मुबारकबाद देना चाहता हूँ. अल्लाह इन सब को मुबारक करे. ബഹുമാനപ്പെട്ട ഉസ്താദ് അബ്ദുൽ കരീം ഹസ്രത്ത് അവർക്ക് ഞാൻ സന്തോഷവാർത്ത അറിയിക്കുകയാണ്, ആശംസകൾ നേരുകയാണ്. ഈ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളുമെല്ലാം വന്ന സന്ദർഭത്തിലും തളർന്നു പോകാതെ, മനസ്സിന് തളർച്ചയും വിഷമവും വന്ന് ഇരുന്നു പോകാതെ തൻ്റെ മാർഗത്തിൽ മുന്നോട്ട് ഗമിക്കുകയും ഉയർന്ന തീരുമാനങ്ങൾ എടുക്കുകയും ഉറച്ചു നിൽക്കുകയും ആ കാര്യങ്ങൾ നടപ്പിലാക്കുന്നതിന് വേണ്ടി സധൈര്യം പരിശ്രമിക്കുകയും ചെയ്ത് ഈ അവസ്ഥയിലേക്ക് കൊണ്ടുപോയി എത്തിക്കുന്നതിന് വേണ്ടി ഇനിയും ഇത് മാത്രമല്ല മനസ്സിൽ പലനിലയിലുള്ള ആഗ്രഹങ്ങളും വെച്ച് കൊണ്ട് അതിനെ നടപ്പിലാക്കാനും അതിനെ ഏതെങ്കിലും തരത്തിൽ സാധിച്ചെടുക്കാനും വേണ്ടി വലിയ ഹിമ്മത്തോടുകൂടി മനോധൈര്യത്തോടുകൂടി നിൽക്കുന്നതിൽ ഞാൻ ആശീർവദിക്കുകയാണ്. എല്ലാ നിലയിലുള്ള ആശംസകളും നേരുകയാണ്. മാത്രമല്ല ഉസ്താദ് അവർകൾ ഇവിടെ എത്തിയപ്പോൾ ഉസ്താദിനോടൊപ്പം സഹകരിക്കുകയും കൂടുകയും സ്നേഹിക്കുകയും ചെയ്ത പത്തനംതിട്ടക്കാരായ നാട്ടുകാർ എല്ലാ നിലയിലും സഹകരിക്കുകയും ഈ മുഴുവൻ കാര്യങ്ങളിലും സഹായികളായി തീരുകയും ആ ലക്ഷ്യങ്ങൾ മുഴുവൻ നടത്തുന്നതിന് കൂട്ടത്തിൽ നിന്നുകൊടുക്കുകയും ചെയ്ത മുഴുവൻ ആളുകൾക്കും ഞാൻ ആശംസ നേരുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ ഈ പ്രവർത്തനത്തെ അനുഗ്രഹീതമാക്കുകയും എല്ലാവർക്കും അർഹമായ പ്രതിഫലം അല്ലാഹു തആല നൽകി അവരെ എല്ലാവരെയും സ്വീകരിക്കുകയും ചെയ്യുമാറാകട്ടെ. हाज़िरीन गिरामी, मुझसे पहले हज़रात उलमा ने बहुत बेहतरीन खुतबात इरशाद फरमाए. ज़रूरत नहीं थी कि मुझ जैसा तालिब इल्म भी यहाँ हाज़िरी देता और इन बुज़ुर्गों के बाद मुझे भी कुछ कहना पड़ता, लेकिन मैं अल्लाह का शुक्र अदा करता हूँ कि उसी ने दिल में डाला और मौलाना अब्दुल करीम साहब की मोहब्बत है, ताल्लुक़ है कि उन्होंने मुझ तालिब इल्म को भी यहाँ याद फरमाया. मैं उनका भी शुक्रिया अदा करता हूँ और कोशिश करूँगा कि तालिब इल्माना तौर पर चंद बातें आपकी खिदमत में अर्ज़ करूँ. ബഹുമാനികളായ സദസ്യരെ, ഇതിനു മുമ്പ് നിങ്ങളുടെ മുമ്പിൽ പ്രമുഖന്മാരായ ഉലമാക്കൾ ധാരാളം പ്രഭാഷണങ്ങൾ നടത്തി നിങ്ങൾ കാര്യങ്ങളെല്ലാം കേട്ടു.
അതിനുശേഷം വിനീതനായ ഞാൻ നിങ്ങളുടെ മുമ്പിൽ നിൽക്കേണ്ട ആവശ്യമില്ലായിരുന്നു. പ്രത്യേകിച്ച് കൂടുതലായിട്ടൊന്നും പറയാനുമില്ല. എങ്കിലും ബഹുമാനപ്പെട്ട ഉസ്താദ് അബ്ദുൽ കരീം ഹസ്രത്ത് അവറുകളുമായിട്ടുള്ള ബന്ധവും സ്നേഹത്തിൻ്റെയും പേരിൽ എന്നെയും നിർബന്ധിച്ച് വിളിക്കുകയും ഈ സദസ്സിൽ കൊണ്ടുവന്ന് എത്തിക്കുകയും ചെയ്തു. അതുകൊണ്ട് ഞാനും ഇവിടെ എഴുന്നേറ്റ് നിൽക്കുകയാണ്. എന്തെങ്കിലും ചില കാര്യങ്ങൾ ഒരു വിദ്യാർത്ഥിയുടെ രൂപത്തിൽ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാൻ സാധിക്കുന്ന തരത്തിൽ എന്തെങ്കിലും കാര്യങ്ങൾ ഞാനും പറയാം. हाज़िरीन गिरामी, सरकार दो आलम फ़ख्र बनी आदम रसूलुल्लाह सल्लल्लाहु अलैहि वसल्लम इस दुनिया में तशरीफ़ लाए, ख़त्म नबूवत के मनसब पर सरफराज होकर, और दुनिया वालों के सामने उन्होंने आपने जो पैगाम दिया और जो हिदायत दी और जो तालीमात इरशाद फरमाई, जो रहनुमाई फरमाई और जिन बातों की तरफ इंसानियत को तवज्जो दिलाई, वो क्या बातें थीं, और रसूलुल्लाह सल्लल्लाहु अलैहि वसल्लम इस दुनिया में तशरीफ़ लाकर क्या खिदमत अंजाम दी, ये हमको गौर से देखना है और समझना है। हुजूर सल्लल्लाहु अलैहि वसल्लम जब दुनिया में तशरीफ़ लाए और ख़त्म नबूवत का मनसब आपको मिला, उस वक्त दुनिया का कोई काम रुका हुआ था और दुनिया में कोई चीज़ नहीं थी दुनियावी एतबार से जिसको वजूद में लाने के लिए और जिसको समझाने के लिए रसूलुल्लाह सल्लल्लाहु अलैहि वसल्लम तशरीफ़ लाए थे। तो अगर हम देखेंगे तो उस ज़माने में दुनिया का कोई काम ऐसा नहीं था जो रुका हुआ था, जो बंद था, जो मौजूद नहीं था। हाज़िरीन गिरामी, लोग इस दुनिया में रहते थे, बसते थे, आबाद थे, और दुनिया के जितने काम थे या जितनी उनकी ज़रूरियात थी वो सब ज़रूरतें पूरी करते थे। खाते भी थे, वो पीते भी थे, लिबास भी पहनते थे, मकानात बनाकर उसमें रहते भी थे, खेती भी करते थे, बागबानी भी करते थे, तिजारत भी करते थे, और तिजारत की जितनी किस्में हो सकती हैं वो सब किस्में वो अंजाम दिया करते थे। मकामी तिजारतें नहीं बल्कि इंपोर्ट एक्सपोर्ट जिसको कहते हैं, बरामद दरामद, एक मुल्क से दूसरे मुल्क में ले जाना माल, वहाँ से वहाँ का माल यहाँ लाना, ये बैनुल अक़वामी तिजारतें भी होती थी। अगर मैं अर्ज़ करूँ कि कोई काम ऐसा नहीं था जो रसूलुल्लाह सल्लल्लाहु अलैहि वसल्लम की तशरीफ़ आवरी के मौके पर और आपके नबूवत के ऐलान के वक्त मौजूद नहीं था, होता नहीं था। हर काम होता था, हर चीज़ होती थी। तो फिर रसूलुल्लाह सल्लल्लाहु अलैहि वसल्लम ने तशरीफ़ लाकर क्या दिया दुनिया को, और आप लेकर क्या आए अल्लाह के पास से, और दुनिया वालों को क्या देकर यहाँ से तशरीफ़ ले गए, ये हमको देखना है और गौर करना है। സയ്യിദുനാ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അന്ത്യപ്രവാചകനായി നിയോഗിക്കപ്പെട്ട് ഈ ലോകത്ത് വരുന്ന സന്ദർഭത്തിൽ തങ്ങളെ അല്ലാഹു സുബ്ഹാനഹു വ തആല ലോകത്തിന്റെ മുഴുവനും പ്രവാചകനായി അവസാനത്തെ നബിയായി ഈ ലോകത്തേക്ക് നിയോഗിച്ച് തങ്ങൾ വരുന്ന ആ സ്ഥലത്ത് അന്നത്തെ ലോകത്തിന്റെ അവസ്ഥ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വന്ന ലോകത്തിന് എന്താണ് നൽകിയത്, എന്ത് നിർദ്ദേശങ്ങളായിരുന്നു തങ്ങൾ കൊടുത്തത്, എന്താണ് തങ്ങൾ അവരെ പഠിപ്പിച്ചത്, തങ്ങൾ അവർക്ക് ഏത് വഴിയാണ് കാണിച്ചു കൊടുത്തത്, അവരുടെ ഏത് മാർഗങ്ങളെക്കുറിച്ചാണ് തങ്ങൾ അവർക്ക് വിവരിച്ചു കൊടുത്തത്, ഇതിനെക്കുറിച്ച് നമ്മൾ വളരെ ഗൗരവമായ നിലയിൽ ചിന്തിച്ച് മനസ്സിലാക്കേണ്ടതുണ്ട്. സയ്യിദുനാ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ലോകത്ത് വരുമ്പോൾ ലോകത്ത് മനുഷ്യന് ആവശ്യമായ ഒരു വസ്തുക്കളുടെയും കുറവുണ്ടായിരുന്നില്ല.
ഒന്നും ഇവിടെ നടക്കാതിരുന്നില്ല, ഒരു കാര്യവും ഇവിടെ തടയപ്പെട്ടു പോയിരുന്നില്ല. ഈ ലോകത്തെ ഒരു കാര്യങ്ങളും മനുഷ്യന് ആവശ്യമായത് നടപ്പിലാകാതെ എവിടെയും ആരും വിഷമിച്ചിരുന്നില്ല. മുഴുവൻ കാര്യങ്ങളും ഈ ലോകത്ത് യഥാവിധി നടക്കുന്നുണ്ടായിരുന്നു. എല്ലാവരുടെയും ആവശ്യങ്ങൾ നടന്നുകൊണ്ടിരുന്നു. മുഴുവൻ കാര്യങ്ങളും എല്ലാവരും ശരിയായ നിലയിൽ പൂർത്തിയാക്കിക്കൊണ്ടിരുന്നു. മനുഷ്യർ ആഹാരം കഴിക്കുന്നുണ്ടായിരുന്നു, വെള്ളം കുടിക്കുന്നുണ്ടായിരുന്നു, വീടുകൾ നിർമ്മിച്ച് താമസിക്കുന്നുണ്ടായിരുന്നു, വസ്ത്രം ധരിക്കുന്നുണ്ടായിരുന്നു, അവർ കൃഷി ചെയ്യുന്നുണ്ടായിരുന്നു, തോട്ടങ്ങൾ വെച്ചുപിടിപ്പിക്കുന്നുണ്ടായിരുന്നു, കച്ചവടങ്ങൾ നടത്തിയിരുന്നു, ഇടപാടുകൾ അവരിൽ നടന്നുകൊണ്ടിരുന്നു. വെറും സാധാരണ നാട്ടിലുള്ള കച്ചവടമല്ല, ലോകത്തിന്റെ നാനാഭാഗങ്ങളിൽ നിന്നും അവർക്ക് ആവശ്യമായ വസ്തുക്കൾ അവർ ഇറക്കുമതി ചെയ്തുകൊണ്ടിരുന്നു, അവരുടെ നാട്ടിലുള്ള വസ്തുക്കൾ അവർ കയറ്റുമതി ചെയ്തുകൊണ്ടിരുന്നു. ലോകത്ത് നടക്കേണ്ട മുഴുവൻ വ്യാപാരങ്ങളും അന്തർദേശീയ തലത്തിൽ അന്ന് നടന്നിരുന്നു. എല്ലാ കാര്യങ്ങളും നടന്നിരുന്ന സമയത്ത്, ആർക്കും ഒരു കുറവുമില്ലായിരുന്ന സമയത്താണ് സയ്യിദുനാ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അല്ലാഹു സുബ്ഹാനഹു വ തആല അന്ത്യപ്രവാചകനായി ഖാതമുൻ നബിയ്യനായി ഈ ലോകത്തേക്ക് നിയോഗിക്കുന്നത്. തങ്ങൾ ഈ ലോകത്ത് വന്ന് ജനങ്ങൾക്ക് എന്ത് കൊടുത്തു, എന്താണ് തങ്ങൾ അവർക്ക് നൽകിയത്, അള്ളാഹുവിൻ്റെ ഭാഗത്ത് നിന്ന് തങ്ങൾ എന്താണ് കൊണ്ടുവന്നത്, തങ്ങൾ എന്താണ് ഈ ലോകത്തിൻ്റെ മുമ്പിൽ വിതരണം ചെയ്തത്, എന്താണ് തങ്ങൾ അവർക്ക് നൽകിയിട്ട് ഇവിടെ നിന്നും യാത്രയായത്, ഏത് കാര്യങ്ങളാണ് സയ്യിദുനാ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ ആളുകൾക്ക് യാതൊരു കുറവുമില്ലായിരുന്ന ജീവിതത്തിൻ്റെ എല്ലാ തുറകളിലും എല്ലാ മാർഗങ്ങളിലും മുന്നേറിയിരുന്ന ആ സമുദായത്തിന് എന്താണ് തങ്ങൾ കൊടുത്തിട്ട് പോയത്. ഈ കാര്യത്തെക്കുറിച്ച് ഗൗരവമായ നിലയിൽ നമ്മൾ ചിന്തിക്കുകയും അതിനെക്കുറിച്ച് നാം മനസ്സിലാക്കുകയും ചെയ്യേണ്ടത്. अहादीस शरीफा में, हदीस की किताबों में, बुखारी में, मुस्लिम में और दूसरी सियासित्ता में और दूसरी किताबों में ऐसी ऐसी हदीसें मिलती हैं कि हज़रत फ़ुक़हा और हज़रत उलमा ने उन अहादीस से अहकाम शरइया का, फ़िक़ही क़वानीन का इस्तिंबात फरमाया, इस्तिख़राज फरमाया और एक बेहतरीन अंदाज में फ़िक़ही क़वानीन और उसूल मुरत्तब फरमाकर मानने वालों, जानने वालों, चाहने वालों के सामने पेश फरमाया। ये बिल्कुल सही है, ये हुआ है और आज भी होता रहेगा। लेकिन मुझ तालिब इल्म को इस वक्त आपके सामने जो अर्ज़ करना है वो चंद हदीसें जो किताबों में मौजूद हैं उनको सामने रखकर ये बताना चाहता हूँ कि दुनिया के कैसे काम थे जो उस ज़माने में हो रहे थे और रसूलुल्लाह सल्लल्लाहु अलैहि वसल्लम की तशरीफ़ आवरी से पहले भी थे और हुजूर की तशरीफ़ आवरी के बाद भी वो सब काम हो रहे थे। अहादीस से हमको उसका पता चलता है। ധാരാളമായ ഹദീസുകളിൽ, ഹദീസിൻ്റെ കിതാബുകളിൽ, ബുഖാരിയിലും മുസ്ലിമിലും സിഹാഹിൻ്റെ കിതാബുകളിലും അതല്ലാത്ത മറ്റ് ഹദീസിൻ്റെ കിതാബുകളിലുമെല്ലാം വിശാലമായ നിലയിൽ പരന്നു കിടക്കുന്ന ധാരാളം ഹദീസുകൾ. ഇതിൽ നിന്നെല്ലാം ഫുഖഹാക്കളായ ഉലമാക്കൾ നമുക്ക് മനസ്സിലാക്കി തന്നിരിക്കുന്ന, അവർ ഇസ്തിംബാത്ത് ചെയ്ത മസായിലുകൾ, ഇതെല്ലാം ഒരു ഭാഗത്ത് ഉണ്ട്, അതെല്ലാം ഉള്ളതാണ്. അതിനോട് കൂടെ തന്നെ ഞാൻ ആഗ്രഹിക്കുന്ന, ഞാൻ ഉദ്ദേശിക്കുന്ന കാര്യം, സയ്യിദുനാ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ ലോകത്ത് വന്ന് മുഴുവൻ കാര്യങ്ങളും നടന്നുകൊണ്ടിരുന്ന, എല്ലാ കാര്യങ്ങളിലും ഒരു കുറവുമില്ലാതെ പൂർത്തിയായ നിലയിൽ നടത്തിക്കൊണ്ടിരുന്ന ആ സമൂഹത്തിന് മുമ്പിൽ, അഥവാ ഈ ലോകത്തിന് മുമ്പിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്താണ് അവർക്ക് നേടിക്കൊടുത്തത്, അവർക്ക് പുതുതായി ഉണ്ടാക്കിക്കൊടുത്തത്, ഇത് ഹദീസുകളുടെ അടിസ്ഥാനത്തിൽ അതിൽ നിന്ന് ചിന്തിച്ച് മനസ്സിലാക്കി ആ കാര്യം എന്താണ് എന്നുള്ളത് കണ്ടുപിടിക്കുകയും ആ മാർഗം ഏതാണെന്ന് കണ്ടെത്തുകയും ചെയ്യുക എന്നുള്ളതാണ് ഞാൻ ആഗ്രഹിക്കുന്ന കാര്യം. आज के तरक्की याफ्ता दौर में हम खाने की मुख्तलिफ किस्में हमारे सामने देखते हैं, पाते हैं। लजीज से लजीज तर खाने, बेहतर से बेहतर खाने। मसलन हमारे ज़माने में सबसे ज़्यादा बेहतर समझा जाता है बिरयानी को। आज हम बिरयानी खाते हैं, लेकिन क्या रसूलुल्लाह सल्लल्लाहु अलैहि वसल्लम के ज़माने में ऐसे खाने नहीं थे और बेहतरीन माकूलात का सिलसिला नहीं था? हदीस में आता है, रसूलुल्लाह सल्लल्लाहु अलैहि वसल्लम इरशाद फरमाते हैं, मिसाल देते हुए और आम लोगों को समझाने के लिए फरमाया कि फज़्लु आइशत अला निसा कसरीदी अला ताम। फरमाया
कि उम्मत की ख़वातीन और मुसलमान औरतें अल्लाह को मानने वालियाँ, अल्लाह पर ईमान रखने वालियाँ, इबादत करने वालियाँ और रोज़ा रखने वालियाँ और अल्लाह के अहकाम पर अमल करने वाली औरतें, इन तमाम औरतों में आयशा को ऐसी फजीलत है रज़ी अल्लाह अन्हा, जैसे खानों की किस्मों में सरीद सबसे बेहतर सबसे अच्छा खाना है। रसूलुल्लाह ने फरमाया कि ऐसी फजीलत और अफजलियत आयशा रज़ी अल्लाह अन्हा को औरतों पर हासिल है। इससे क्या मालूम हुआ कि उस जमाने में खाने की बहुत किस्में थीं, कई किस्म के खाने बनाने वाले बनाते थे, खाने वाले खाते थे, और उनमें सबसे बेहतर समझा जाता था सरीद को, कि जिसमें गोश्त भी होता था, गेहूं भी होता था, रोटी के टुकड़े भी होते थे, और वो सब मिलाकर खाना तैयार किया जाता था। ये सरीद कहता था। इसको समझिए कि गोया ये भी बिरयानी की एक किस्म है। ധാരാളം വസ്തുക്കളുള്ള വളരെ പുരോഗതിയിലേക്ക് എത്തി നിൽക്കുന്ന ഈ കാലം മനുഷ്യൻ ഉപയോഗിക്കേണ്ട വസ്തുക്കളുടെ എല്ലാം വിവിധങ്ങളായ രൂപങ്ങൾ നമ്മളുടെ മുമ്പിലുണ്ട്. ആഹാര സാധനങ്ങൾ വളരെ വ്യത്യസ്തമായ തരത്തിലുള്ള വളരെ രുചികരമായ ധാരാളം ആഹാരങ്ങളുടെ വസ്തുക്കൾ നമ്മളുടെ മുമ്പിലുണ്ട്. ഇന്ന് എല്ലാവരും വളരെ നന്നായി വലുതായി മനസ്സിലാക്കുന്നു ഏറ്റവും ഉയർന്ന രുചികരമായ ഭക്ഷണമായിട്ട് ബിരിയാണിയെ നമ്മൾ പറയാറുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലത്ത് ഇങ്ങനത്തെ ആഹാര സാധനങ്ങളൊന്നും ഇല്ലായിരുന്നു. തങ്ങളുടെ കാലത്ത് ഇങ്ങനത്തെ ഉയർന്ന ആഹാരങ്ങളൊന്നും ആരും കഴിക്കുമായിരുന്നില്ല എന്നൊക്കെ നമ്മൾ വിചാരിക്കും. പക്ഷേ ഹദീസിൽ കാണുന്നു സയ്യിദുനാ മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഫളു ആയിഷ അലാ സായിരിൻ നിസാ കഫളി സരീദി അലാ സായിരി തആം. ആയിഷ റളിയല്ലാഹു അൻഹ ലോകത്തുള്ള മുഴുവൻ സ്ത്രീകളുടെ കൂട്ടത്തിൽ അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്ത് നമസ്കരിച്ച് നോമ്പനുഷ്ഠിച്ച് ദിക്ർ ചെയ്ത് തസ്ബീഹ് ചെയ്ത് അള്ളാഹുവിന്റെ ഇബാദത്തിലായി ദിക്റിലായി കഴിഞ്ഞുകൂടുന്ന മറ്റ് പലതരത്തിലുള്ള ഇബാദത്തുകൾ ചെയ്ത് അള്ളാഹുവിന്റെ സാമീപ്യം കരസ്ഥമാക്കിയിരിക്കുന്ന സ്ത്രീകളുടെ കൂട്ടത്തിൽ ആയിഷ റളിയല്ലാഹു അൻഹായുടെ പ്രത്യേകത ആഹാര സാധനങ്ങൾ, ധാരാളം ആഹാര സാധനങ്ങളുടെ കൂട്ടത്തിൽ സരീദിന്റെ പ്രത്യേകത പോലെയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത്. സരീദ് എന്ന് പറഞ്ഞാൽ അന്ന് ഉയർന്ന നിലവാരത്തിലുള്ള ആഹാരമായിരുന്നു. അതിൽ മാംസമുണ്ട്, ഇറച്ചിയുണ്ടാവും, ചേർക്കും, നെയ്യ് ചേർക്കപ്പെടും, റൊട്ടിയുടെ കഷ്ണങ്ങൾ ചേർക്കപ്പെടും. ഇതെല്ലാം ചേർത്ത് വേവിക്കുന്ന രുചികരമായ രസകരമായ ഉയർന്ന ആഹാരമായിരുന്നു. സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, മറ്റ് ആഹാരങ്ങളെ അപേക്ഷിച്ച് സരീദിന് എന്താണോ മഹത്വം, ആ മഹത്വമാണ്, ആ ശ്രേഷ്ഠതയാണ് മറ്റ് സ്ത്രീകളെ അപേക്ഷിച്ച് ആയിഷ റളിയല്ലാഹു അൻഹയ്ക്ക്. എന്താണ് ഈ പറഞ്ഞതിന്റെ അർത്ഥം? അന്ന് അറബികൾ അന്നത്തെ കാലത്ത് പലതരത്തിലുള്ള ആഹാരങ്ങൾ ഉണ്ടാക്കാറുണ്ടായിരുന്നു. രുചികരമായ വ്യത്യസ്തമായ വിഭിന്നമായ പലതരത്തിലുള്ള ആഹാരങ്ങൾ അവർ ഉണ്ടാക്കുന്നവർ ഉണ്ടാക്കുകയും കഴിക്കുന്നവർ അത് ഉണ്ടാക്കി കഴിക്കുകയും ചെയ്യുമായിരുന്നു. അങ്ങനത്തെ വ്യത്യസ്തമായ ധാരാളം ആഹാര സാധനങ്ങളുടെ കൂട്ടത്തിൽ നമ്മളുടെ ഇന്നത്തെ ഏറ്റവും ഉയർന്ന ബിരിയാണി പോലെ അവരുടെ അടുക്കൽ ഏറ്റവും ഉയർന്നതായി കണക്കാക്കപ്പെടുന്ന സരീദ്, അതിന്റെ സ്ഥാനമാണ് ആയിഷ റളിയല്ലാഹു അൻഹയ്ക്ക് എന്നാണ് പറയുന്നത്. अर्ज़ ये करना है कि रसूलुल्लाह सल्लल्लाहु अलैहि वसल्लम तशरीफ़ लाए थे तो खाना पकाने का तरीक़ा सिखाने के लिए और खाने की किस्में बताने के लिए और माकूलात और मशरूबात के सिलसिले की तालीम के लिए रसूलुल्लाह तशरीफ़ नहीं लाए थे। उस ज़माने में माकूलात भी, मशरूबात भी, खाने पीने की चीज़ें भी, सभी चीजें थी। इनको सिखाने के लिए हुजूर तशरीफ नहीं लाए थे। പറഞ്ഞതിന്റെ ഉദ്ദേശം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വന്ന കാലത്ത് അവർക്ക് ആഹാര സാധനങ്ങൾ ഉണ്ടാക്കുന്നതിനെ കുറിച്ചോ പാനീയങ്ങൾ ഉണ്ടാക്കുന്നതിനെ കുറിച്ചോ രുചികരമായ വിഭവങ്ങൾ തയ്യാറാക്കുന്നതിനെ കുറിച്ചോ പഠിപ്പിക്കേണ്ട ആവശ്യമില്ലായിരുന്നു. അക്കാലത്ത് അവർക്ക് ആ കാര്യത്തെക്കുറിച്ച് ശരിയായ നിലയിലുള്ള വിവരമുണ്ടായിരുന്നു. അവർ ധാരാളം വിവിധങ്ങളായ പലതരത്തിലുള്ള രുചികൾ വ്യത്യാസമുള്ള ആഹാര സാധനങ്ങൾ ഉണ്ടാക്കുകയും പാനീയങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യുകയും തിന്നുകയും കുടിക്കുകയും ചെയ്യുന്ന വസ്തുക്കൾ ഏതെല്ലാം വിധത്തിൽ വേണമെങ്കിലും ഉണ്ടാക്കാൻ അവർക്ക് കഴിയുമായിരുന്നു. അവർ ഉണ്ടാക്കിക്കൊണ്ടിരുന്ന കാലമാണ്. അവർക്ക് സയ്യിദുനാ മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വന്ന് ആഹാര പാനീയങ്ങൾ ഉണ്ടാക്കുന്നതിനെ കുറിച്ച് അതിന്റെ വിവിധങ്ങളായ രൂപങ്ങളെ കുറിച്ച് പഠിപ്പിക്കേണ്ട ആവശ്യമില്ലായിരുന്നു. आज हम बड़ी शान के साथ कॉलेज कायम करते हैं। क्या पढ़ाएंगे, क्या सिखाएंगे? होटल मैनेजमेंट। ये उस कॉलेज का मौजू है, उस दरसगाह का उन्वान है। ऐसा बताते हैं जैसे खाना पीना इससे पहले दुनिया में था ही नहीं
اور آج یہ سکھائیں گے. سکھائیے, ہوٹل مینجمنٹ کی درسگاہیں قائم کیجئے, ہمیں کوئی اس سے انکار نہیں, لیکن ہم یہ کہنا چاہتے ہیں کہ رسول اللہ صلی اللہ علیہ وسلم کی تشریف آوری کے مقاصد میں ہوٹل مینجمنٹ کا مدرسہ قائم کرنا نہیں تھا. ധാരാളം കോളേജുകൾ ഇന്ന് നിലവിൽ വരാറുണ്ട്. ആളുകൾ കോളേജുകൾ സ്ഥാപിക്കാറുണ്ട്. അവിടെ വലിയ വലിയ ഡിഗ്രികൾ നൽകാറുണ്ട്. എന്താണ് പഠിപ്പിക്കപ്പെടുന്നത്? വലിയ കോളേജുകളിൽ വലിയ ഡിഗ്രിയായി പഠിപ്പിക്കപ്പെടുന്നു ഹോട്ടൽ മാനേജ്മെന്റ്. ആഹാര സാധനങ്ങൾ ഉണ്ടാക്കുന്നതിനെ കുറിച്ച് പഠിപ്പിക്കുക. ഇതൊരു കാര്യമാണോ? ഇതാണോ പഠിപ്പിക്കപ്പെടേണ്ടത്? ആർക്കാണ് അറിഞ്ഞുകൂടാത്തത് ആഹാര സാധനങ്ങൾ ഉണ്ടാക്കാൻ? ജനങ്ങൾ, മനുഷ്യർ എല്ലാ കാലത്തും ആഹാരങ്ങൾ വിവിധങ്ങളായ നിലയിൽ ആഹരിച്ചുകൊണ്ടിരുന്നു, ഉണ്ടാക്കിക്കൊണ്ടിരുന്നു. അതെല്ലാവർക്കും അറിയാം. അതാണ് പഠിപ്പിക്കപ്പെടുന്നത്. സയ്യിദനാ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വന്ന് അങ്ങനത്തെ ഒരു സ്ഥാപനമുണ്ടാക്കി. ഇത് പഠിപ്പിക്കാൻ വേണ്ടിയല്ല, അതിനല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വന്നത്. കാരണം അതിന്റെ ആവശ്യമില്ലായിരുന്നു. हुजूर सल्लल्लाहु अलैहि वसल्लम के ज़माने में लिबास भी था. लिबास तैयार किया जाता था, धागों से कपड़े बुने जाते थे और उन कपड़ों से लिबास पहनने के लिए तैयार किया जाता था. उस ज़माने में भी टाइलर मास्टर थे, खैयात थे, कपड़े तैयार करने के कारखाने थे. किसी तरह के भी हों, बहरहाल धागे होते थे और रुई होती थी, रुई से धागे तैयार होते थे, धागों से कपड़े तैयार होते थे और कपड़ों से लिबास तैयार होते थे. बेहतरीन चादरें तैयार होती थी, बेहतरीन शालें तैयार होती थी. अहादीस को पढ़ते हैं उलमा तलबा, इन लोगों ने भी पढ़ा. ये जो फुजला बैठे हुए हैं, इन्होंने भी हदीस में क्या क्या पढ़ा. हदीस में आता है कि रसूलुल्लाह सल्लल्लाहु अलैहि वसल्लम की खिदमत में तोहफतन और हदियतन एक साहब ने एक शाल दी, बेहतरीन शाल. हुजूर सल्लल्लाहु अलैहि वसल्लम ने उस हदिये को कबूल फरमाया और वो शाल ओढ़कर आपने नमाज पढ़ी. नमाज से फारिग होते ही बड़ी तेजी के साथ हुजूर ने वो शाल निकाल दी और फरमाया कि इस शाल ने और इस शाल के बेल बूटों ने, इसके नक्शो निगार ने नमाज में मेरी तवज्जो अपनी तरफ करने की पूरी कोशिश कर ली. अगरचे मैं मुतवज्जह नहीं हुआ, लेकिन मैं नहीं समझता कि ये शाल मेरे लिए मुनासिब है, इसलिए ये शाल उनको दे दो जिन्होंने मुझे ये शाल दी. अबू जहम, उनके पास एक सीधी सादी चादर है, मोटी मोटी, जिसमें कोई नक्शो निगार नहीं, फूल नहीं, पत्ते नहीं, बेले नहीं. वो चादर ले आओ, मैं ओढ़ लूँगा. उनका हदिया रद्द करता हूँ ये मतलब नहीं है, उनका हदिया मुझे कबूल है, लेकिन मेरे लिए ये मुनासिब नहीं. क्या मालूम हुआ इससे? फुक़हा क्या क्या मसाइल इस्तेंबात करते हैं और आपने बुखारी पढ़ते हुए क्या क्या इससे निकाला, वो सब अपनी जगह सही है. मैं तालिब इल्म ये समझता हूँ कि उस ज़माने में बेहतरीन शालें भी थी. आज की कश्मीरी शाल हो या बनारसी शाल हो, आज का किस्सा नहीं है. उसी ज़माने में ये सब कुछ था. बुनने वाले भी थे, नक्शो निगार करने वाले भी थे, शाल तैयार करने वाले भी थे और तैयार होते थे और लोग उसे इस्तेमाल करते थे. इस हदीस से बुखारी शरीफ की ये बात भी साबित होती है. സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലത്ത് ആളുകൾ വസ്ത്രം ധരിച്ചിരുന്നു, വസ്ത്രങ്ങൾ ഉണ്ടാക്കുമായിരുന്നു. അന്ന് നൂലുണ്ടായിരുന്നു, പഞ്ഞിയുണ്ടായിരുന്നു. പഞ്ഞിയിൽ നിന്നും നൂലുണ്ടാക്കുകയും നൂലുകൊണ്ട് വസ്ത്രം നെയ്യുകയും ആ വസ്ത്രങ്ങൾ കൊണ്ട് അവർക്ക് ആവശ്യമായ ധരിക്കേണ്ടതായ അവരുടെ വസ്ത്രങ്ങൾ അവർ തയ്യാറാക്കുകയും ചെയ്തുകൊണ്ടിരുന്നു. അന്ന് തയ്യൽക്കാരുണ്ടായിരുന്നു, തയ്യൽ പഠിപ്പിക്കുന്ന ആളുകളുണ്ടായിരുന്നു, വസ്ത്രം നിർമ്മിക്കുന്ന ഫാക്ടറികൾ ഉണ്ടായിരുന്നു. വസ്ത്രം നിർമ്മിക്കുന്നതിന് യാതൊരു തടസ്സവും അന്ന് ഉണ്ടായിരുന്നില്ല. ഉയർന്ന വസ്ത്രങ്ങൾ ഉണ്ടായിരുന്നു. വെറും ഏതെങ്കിലും തരത്തിൽ ധരിക്കാൻ മാത്രമുള്ളതല്ല, ഉയർന്ന വസ്ത്രങ്ങൾ ഉണ്ടായിരുന്നു. സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹദീസിൽ കാണുന്നു, സഹീഹുൽ ബുഖാരിയിൽ അത് ഓതിയിരിക്കുന്ന നമ്മളുടെ മുന്നിലിരിക്കുന്ന ഈ ഫുദലാക്കളും പഠിച്ചിട്ടുണ്ടാകും ഹദീസ്. സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് കാലത്ത് തങ്ങളുടെ ഒരു സഹാബി ഒരു വസ്ത്രം ഹദിയയായി കൊടുത്തൊരു ഷാൾ വളരെ ഉയർന്ന നിലയിൽ നെയ്തെടുത്ത് അതിൽ ധാരാളം ഡിസൈനുകൾ വർക്കുകൾ ചെയ്ത ഒരു ഷാൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഹദിയയായി കൊടുത്തു.
വളരെ വിലപ്പെട്ട ഷാള്. തങ്ങൾ ആ ഷാള് ഹദിയ സ്വീകരിക്കുകയും അത് ധരിച്ചുകൊണ്ട് തങ്ങൾ നമസ്കരിക്കുകയും ചെയ്തു. അത് പുതച്ചുകൊണ്ട് നമസ്കാരം കഴിഞ്ഞതിന് ശേഷം തങ്ങൾ വളരെ വേഗത്തിൽ പെട്ടെന്ന് അതിനെ വലിച്ച് തങ്ങളുടെ ശരീരത്തിൽ നിന്ന് ഊരി മാറ്റിയിട്ട് പറഞ്ഞു, ഇതിൻ്റെ ഡിസൈനുകളും ഇതിലുള്ള പടങ്ങളും പൂക്കളുമെല്ലാം ഇതിൽ ചെയ്തിരിക്കുന്ന വർക്കുകളുമെല്ലാം എനിക്ക് നമസ്കാരത്തിൽ തടസ്സമുണ്ടാക്കുന്നു. എൻ്റെ നമസ്കാരത്തെ തന്നെ ഇത് നഷ്ടപ്പെടുത്തി കളയുമോ, ഫസാദാക്കുമോ എന്ന് ഞാൻ പേടിച്ചു പോയി. ഞാൻ വളരെ സൂക്ഷിച്ച് ശ്രദ്ധിച്ച് ചെയ്തില്ലായിരുന്നുവെങ്കിൽ എൻ്റെ നമസ്കാരം തന്നെ അലങ്കോലപ്പെട്ടു പോകുമായിരുന്നു. ആ അവസ്ഥയിലേക്ക് എത്തി. ഇത് എനിക്ക് ധരിക്കാൻ പറ്റിയതാണെന്ന് തോന്നുന്നില്ല. അതുകൊണ്ട് നിങ്ങൾ ഇത് കൊണ്ടുപോയി, ഇത് തന്ന സഹാബി അബൂജഹം എന്ന പേരുള്ള സഹാബിയായിരുന്നു, അദ്ദേഹത്തിന് നിങ്ങൾ തിരിച്ചു കൊണ്ടുപോയി കൊടുക്കുകയും, അദ്ദേഹത്തിന്റെ കയ്യിൽ വേറെ വസ്ത്രമുണ്ട്, കട്ടിയുള്ള പരുപരുത്ത ഡിസൈൻ ഇല്ലാത്ത വർക്കൊന്നുമില്ലാത്ത പടങ്ങളും പൂക്കളും ഒന്നും ഇല്ലാത്ത സാധാരണ നിലയിലുള്ള കട്ടിയുള്ള വസ്ത്രമുണ്ട്, ആ വസ്ത്രം അദ്ദേഹത്തോട് വാങ്ങിച്ചു കൊണ്ടുവരീൻ. കാരണം അദ്ദേഹം തന്ന ഹദിയ ഞാൻ മടക്കിക്കളഞ്ഞു, തള്ളിക്കളഞ്ഞു എന്നുള്ള വിഷമം അദ്ദേഹത്തിന് ഉണ്ടാകാതിരിക്കട്ടെ. അതുകൊണ്ട് അദ്ദേഹത്തിനടുക്കൽ നിന്ന് കട്ടിയുള്ള വസ്ത്രം വാങ്ങിക്കൊണ്ടുവന്ന് അത് കൊണ്ടുവരാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. ഇതിൽ നിന്നും എന്താണ് നമുക്ക് മനസ്സിലാകുന്നത്? അതിൽ നിന്ന് ധാരാളം മസലകൾ ഫുഖഹാക്കൾ എടുക്കുന്നുണ്ട്. ബുഖാരിയിൽ ഈ ഹദീസ് പഠിച്ചപ്പോൾ പല കാര്യങ്ങളും നിങ്ങളും അതിൽ നിന്ന് എടുത്തിട്ടുണ്ടാകാം. അതെല്ലാം ഒരു ഭാഗം അവിടെ ഇരിക്കട്ടെ. ഞാൻ പറയുന്നതിൻ്റെ ഉദ്ദേശം അതല്ല. ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലത്ത് ഉയർന്ന തരത്തിലുള്ള വസ്ത്രങ്ങൾ ഉണ്ടായിരുന്നു. ഇന്ന് നമ്മൾ കാണുന്ന കാശ്മീരി ഷാളും ബനാറസി ഷാളുമെല്ലാം പോലെ വലിയ വർക്കുകളുള്ള വലിയ നിലവാരത്തിലുള്ള വസ്തുക്കൾ. അന്ന് പഞ്ഞിയുണ്ടായിരുന്നു, പഞ്ഞിയിൽ നിന്ന് നൂല് ഉണ്ടാക്കുമായിരുന്നു, നൂലുകൊണ്ട് വസ്ത്രങ്ങൾ നെയ്യുമായിരുന്നു, അതിൻ്റെ ഫാക്ടറി ഉണ്ടായിരുന്നു, വർക്ക് ചെയ്യുന്ന ആളുകൾ ഉണ്ടായിരുന്നു, ഡിസൈൻ ചെയ്യാൻ അറിയുന്ന ആളുകൾ ഉണ്ടായിരുന്നു. ഇതെല്ലാം അന്ന് ഉണ്ടായിരുന്നവർ ഉപയോഗിച്ചുകൊണ്ടിരുന്നത് നമ്മൾ ഉപയോഗിക്കുന്ന പോലെ ഇതിനൊന്നും പഠിപ്പിക്കാനോ ഇതൊന്നും നെയ്തു കൊടുക്കേണ്ടതോ അല്ലെങ്കിൽ ഇതിലേക്ക് ശ്രദ്ധ ചെലുത്തേണ്ടതോ ആവശ്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കുണ്ടായിരുന്നു. हुजूर सल्लल्लाहु अलैहि वसल्लम शाल बनाने का तरीक़ा सिखाने के लिए, कपड़े बनाने का तरीक़ा सिखाने के लिए तशरीफ़ नहीं लाए थे। वो सब कुछ हो रहा था। अहकाम शरिया आप बताते, मैं आज से अर्ज़ करूँगा। हदीस में आता है कि हज़रत उमर रज़ी अल्लाह अन्हु हुजूर सल्लल्लाहु अलैहि वसल्लम की खिदमत में एक हुल्ला लेकर आए और अर्ज़ किया कि हुजूर बाब मस्जिद पर, मस्जिद नबवी के दरवाज़े पर ये बेहतरीन हुल्ले बिक रहे हैं, जोड़ा, कपड़े का जोड़ा, लिबास का जोड़ा, जैसे आज सूट कहते हैं, ऊपर के हिस्से के लिए एक चादर और नीचे के हिस्से के लिए एक हिस्सा, बहुत बेहतरीन थी वो हुल्ले हुजूर की खिदमत में लेकर आए। अर्ज़ किया हुजूर अगर आप भी एक ख़रीद फरमा लेते इसे और ख़ास मौक़े पर इसे ज़ेब तन फरमाते, जुमे के मौके पर या ईदैन में, या जब वफूद आपकी खिदमत में बाहर से आते हैं तब उनके इस्तकबाल के लिए आप इसे ज़ेब तन फरमाते तो बहुत अच्छा होता। हुजूर एक ख़रीद फरमा लें इसे। हुजूर ने देखा वो रेशम का हुल्ला था, रेशमी हुल्ला। फरमाया उमर ये तो वो लोग इस्तेमाल करेंगे जिनका आखिरत में कोई हिस्सा नहीं। इन्नमा यल्बसु हाज़िही मन ला खलाक़ लहू फिल आखिरा, आखिरत में जिनका हिस्सा नहीं ये लिबास वो पहन सकते हैं, हमको इसके पहनने की इजाज़त नहीं। हुजूर ने मना फरमा दिया सल्लल्लाहु अलैहि वसल्लम। अर्ज़ करने का मतलब क्या है? ये मसला तो बहरहाल मालूम हो गया कि मर्दों के लिए रेशम पहनना जायज़ नहीं, फुक़हा ने इससे इस्तिदलाल किया। मैं ये अर्ज़ करना चाहता हूँ अज़ीज़ान कि उस ज़माने में रेशम भी था, सिल्क भी था। ऐसा नहीं है कि सिर्फ सूती कपड़े पहने जाते थे, बल्कि रेशमी कपड़े भी तैयार होते थे और बेहतरीन। बनारस सिल्क या मैसूर सिल्क या धर्मावरम सिल्क यही नहीं है कि आज की ईजाद हो, उसी ज़माने में रेशम भी था, रेशम की तैयारी भी थी, उससे कपड़े भी बनते थे, लिबास भी तैयार होते थे, लोग पहनते भी थे। रसूलुल्लाह रेशम बनाने का तरीक़ा सिखाने के लिए नहीं तशरीफ़ लाए, रेशम का कारखाना कैसे लगाया जाएगा ये बताने के लिए रसूलुल्लाह सल्लल्लाहु अलैहि वसल्लम मबऊस नहीं हुए। हुक्म बताया कि रेशम मर्द नहीं पहन सकते, औरतों के लिए रेशम की भी इजाज़त है। लेकिन ये बहरहाल हमको मालूम हुआ कि उस ज़माने में
रेशमी लिबास भी थे, रेशम भी था। आज की कोई नई बात नहीं। या रसूलुल्लाह रेशम तैयार करने का तरीका सिखाने के लिए नहीं तशरीफ लाए, इसलिए कि रेशम तो पहले से मौजूद था। സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വസ്ത്രമുണ്ടാക്കാൻ പഠിപ്പിക്കുന്നതിന് വേണ്ടി വന്ന ആളല്ല. സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വസ്ത്രമുണ്ടാക്കുന്നതിനെ പഠിപ്പിക്കുന്നതിൻ്റെ ആവശ്യവും ഉണ്ടായിരുന്നില്ല. അക്കാലത്ത് വസ്ത്രങ്ങൾ ഉണ്ടാക്കിയിരുന്നു. ഉയർന്ന തരത്തിലുള്ള വസ്ത്രങ്ങൾ, എത്ര ഉയർന്ന തരത്തിലുള്ള വസ്ത്രങ്ങൾ വേണമെങ്കിലും അന്നുണ്ടായിരുന്നു, ഉണ്ടാക്കപ്പെടുമായിരുന്നു. നെയ്തെടുത്ത് അതിൻ്റെ ഫാക്ടറികളും ഉണ്ടായിരുന്നു. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഒരു ദിവസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സന്നിധിയിൽ ഒരു ജോഡി വസ്ത്രവുമായിട്ട് വന്നു. ഇന്നത്തെ സൂട്ട് പോലെ നൂലിൽ ധരിക്കുന്നതിന് പുറത്തിടാനുള്ളതും താഴ്ഭാഗം മറയ്ക്കുന്നതിന് ഉടുക്കാനുള്ളതുമായ ജോഡി വസ്ത്രം ഹുല്ല. ഇത് വാങ്ങിക്കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുക്കൽ വന്നിട്ട് തങ്ങളോട് പറഞ്ഞു, അല്ലാഹുവിന്റെ റസൂലേ സല്ലല്ലാഹു അലൈഹി വസല്ലം, പള്ളിയുടെ വാതുക്കൽ വസ്ത്രങ്ങൾ വിൽക്കുന്നു, അവിടെ ഹുല്ലത്തുകൾ വിൽക്കപ്പെടുന്നു. തങ്ങൾ അതിൽ നിന്ന് ഒന്ന് വാങ്ങി വെക്കുകയാണെങ്കിൽ നല്ലതാണ്. നല്ല വസ്ത്രമാണ്, മുന്തിയ തരം വസ്ത്രം, ഉയർന്നതാണ്. അതുകൊണ്ട് തങ്ങൾ അതിൽ നിന്നും ഒരു ജോഡി വാങ്ങിച്ചു വെച്ചാൽ ജുമാ നമസ്കാരത്തിന്, പെരുന്നാളിന് തങ്ങളെടുക്കൽ നിവേദക സംഘങ്ങൾ വരുമ്പോൾ അവരെ സ്വീകരിക്കുന്നതിന്, അങ്ങനത്തെ പ്രത്യേകമായ സന്ദർഭങ്ങളിൽ തങ്ങൾക്ക് ധരിക്കുന്നതിന് ഉപകാരപ്പെടും. നല്ല വസ്ത്രമാണ്, അതുകൊണ്ട് ഒരു ജോഡി തങ്ങൾ വാങ്ങിച്ചു വെച്ചാൽ കൊള്ളാമായിരുന്നു എന്ന് പറഞ്ഞ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പ്രേരിപ്പിക്കുകയും വാങ്ങിക്കുകയും ചെയ്തു. കൊണ്ടുവന്ന് നോക്കിയപ്പോൾ അത് പട്ടിന്റെ വസ്ത്രമായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഉമർ റളിയല്ലാഹു അൻഹു, ഇത് നമുക്ക് പറ്റിയതല്ല, ഇത് പട്ടിന്റെ വസ്ത്രമാണ്. ഇത് ധരിക്കുന്നത് ആഖിറത്തിൽ ഒരു പങ്കുമില്ലാത്തവരാണ്. ഇന്നമാ യൽബസു ഹാദിഹി മല്ലാ ഖലാഖ ലഹു ഫിൽ ആഖിറ. ആഖിറത്തിൽ യാതൊരു ഓഹരിയും പങ്കുമില്ലാത്ത ആളുകൾക്കാണ് ഇത് ധരിക്കുന്നത്. ഇത് നമുക്ക് പറ്റിയതല്ല, ധരിക്കാൻ പാടില്ല. അതുകൊണ്ട് ഈ വസ്ത്രം വാങ്ങേണ്ടതില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയുണ്ട്. പറഞ്ഞു വന്നതിൻ്റെ ലക്ഷ്യം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലത്ത് വസ്ത്രങ്ങൾ സാധാരണ നിലയിലുള്ള ഉയർന്ന വസ്ത്രങ്ങളല്ല, പട്ടിന്റെ വസ്ത്രങ്ങൾ, സിൽക്ക് അന്നുമുണ്ടായിരുന്നു. വലിയ വലിയ പട്ടിന്റെ വസ്ത്രങ്ങൾ, ഉയർന്ന തരത്തിലുള്ള വസ്ത്രങ്ങൾ അന്നുണ്ടാക്കിയിരുന്നു. ആളുകൾ അത് ധരിച്ചിരുന്നു, കച്ചവടം ചെയ്തിരുന്നു. ഇതെല്ലാം ഉണ്ടായിരുന്നു. ഹദീസിൽ നമ്മൾ ഇത് പഠിക്കുന്നതാണ്. ഈ ഫാദിലീങ്ങളും പഠിച്ചിട്ടുണ്ടാകും. സഹീഹുൽ ബുഖാരിയിൽ ഈ ഹദീസ്, ഇതിൽ നിന്നും ഫഖഹാക്കൾ ഇസ്തിംബാത്ത് ചെയ്യുന്നു, പുരുഷന്മാർക്ക് പട്ട് ധരിക്കൽ ഹറാമാണ് എന്ന്. ഇതെല്ലാം ശരി തന്നെയാണ്, അതെല്ലാം ഒരു ഭാഗത്തുണ്ട്. അതിനോടുകൂടെ തന്നെ നമ്മൾ ചിന്തിക്കേണ്ട കാര്യം, സയ്യിദനാ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പട്ടുണ്ടാക്കുന്നതിനെ കുറിച്ച് പഠിപ്പിക്കാൻ വേണ്ടി അല്ല ഇവിടെ വന്നത്. സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പട്ടിന്റെ വസ്ത്രത്തിന് എങ്ങനെയാണ് ഫാക്ടറി നടപ്പിലാക്കേണ്ടത്, അതിനെങ്ങനെ ഉണ്ടാക്കണം, അതിനെന്തെല്ലാം മാർഗങ്ങളാണ്, ഇത് പഠിപ്പിക്കാൻ വേണ്ടി വന്നവരല്ല. ഇന്ന് നമ്മളും ധാരാളം പട്ടിന്റെ വസ്ത്രങ്ങൾ കാണുന്നു. ബനാറസി പട്ടുകൾ, മൈസൂർ പട്ടുകൾ, ഇങ്ങനത്തെ ധർമാവരം പട്ടുകൾ, പല പട്ടുകളും നമ്മൾ കാണാറുണ്ട്, ധരിക്കാറുണ്ട്. ഇതേ നിലയിൽ അക്കാലത്തും ഇതിനേക്കാൾ മുന്തിയ ഉയർന്ന പട്ടിന്റെ വസ്ത്രങ്ങൾ, പട്ടും അന്നുണ്ടായിരുന്നു, പട്ടിന്റെ വസ്ത്രങ്ങളും ഉണ്ടായിരുന്നു, ഉണ്ടാക്കുന്ന ആളുകളും ഉണ്ടായിരുന്നു. ആളുകൾ അത് കച്ചവടം ചെയ്തിരുന്നു, വാങ്ങിച്ച് ധരിച്ചിരുന്നു. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ ലോകത്തേക്ക് നിയോഗിക്കപ്പെട്ടത് പട്ടുവസ്ത്രം ഉണ്ടാക്കുന്നതിനെ കുറിച്ച് പഠിപ്പിക്കാനോ, പട്ടുവസ്ത്രത്തിന്റെ ഫാക്ടറി നിർമ്മിക്കുന്നതിനെ കുറിച്ച് എന്തെല്ലാം ആവശ്യമാണെന്ന് പഠിപ്പിക്കാനോ വേണ്ടി ആയിരുന്നില്ല. സയ്യിദുനാ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ലോകത്ത് വന്നത് ഇങ്ങനത്തെ കാര്യങ്ങൾ പഠിപ്പിക്കേണ്ട ആവശ്യവുമില്ലായിരുന്നു, അതിനുവേണ്ടി ആയിരുന്നില്ല തങ്ങൾ വന്നത്. एक सहाबी कहते हैं रज़ियल्लाहु अन्हु कि हुजूर सल्लल्लाहु अलैहि वसल्लम का कफ़े दस्त, आपकी हथेली इतनी नरम थी, इतनी मुलायम थी कि रेशम की कोई किस्म इससे ज्यादा नरम मैंने नहीं छुई। मा मसिस्तु खज़्ज़न वला हरीरन अलियन मिन कफ़्फ़ि रसूलिल्लाह सल्लल्लाहु अलैहि वसल्लम। इस हदीस से भी आप इस्तेदलाल कर सकते हैं कि उन सहाबी को, वो जिस ज़माने में हैं, मालूम था कि रेशम क्या है, उसकी किस्में कितनी हैं। मोटा रेशम भी है, पतला रेशम भी है, खज़ भी है, हरीर भी है, इस्तबरक भी है, और क्या क्या है, ये सब मालूम था उनको। और फरमाते हैं कि रसूलुल्लाह की हथेली इतनी मुलायम थी कि किसी रेशम में ऐसी नरमी मैंने नहीं देखी। ഒരു സഹാബി പറയുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പരിശുദ്ധമായ കൈ, പരിശുദ്ധമായ തങ്ങളുടെ കരം, ഉള്ളം കൈ ഞാൻ സ്പർശിക്കുകയുണ്ടായി. ഒരു ഉയർന്ന തരത്തിലുള്ള പട്ടും അത്രയും മയമുള്ളതായി ഞാൻ തൊട്ടിട്ടില്ല, ഞാൻ സ്പർശിച്ചിട്ടില്ല, എനിക്ക് സാധിച്ചിട്ടില്ല. എൻ്റെ ജീവിതത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പരിശുദ്ധമായ കൈയോളം മയമുള്ള ഒരു പട്ടും എനിക്ക് സ്പർശിക്കാൻ കഴിഞ്ഞിട്ടില്ല. മാ മസിസ്തു ഖസ്സൻ വലാ ഹരീറൻ അലിയന മിൻ കഫി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം.
ഈ ഹദീസിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നു ആ സഹാബി ആ കാലത്ത്, അന്നത്തെ കാലത്ത് ആ സഹാബി പട്ട് അറിഞ്ഞിരുന്നു. പട്ടിന്റെ എത്രയെല്ലാം വിഭാഗങ്ങൾ, കനം കുറഞ്ഞ പട്ട്, കനം കൂടിയ പട്ട്, നേർത്ത പട്ട്, ഖദ്ദ്, ഹരീർ, എല്ലാം ഇസ്തബറഖ്, ഇത് മുഴുവനും അന്നുണ്ടായിരുന്നു. ആ സഹാബിയും ഇത് മുഴുവൻ അറിഞ്ഞിരുന്നു, ഇത് മുഴുവൻ സ്പർശിച്ചിരുന്നു. അതിൻ്റെ എല്ലാം മാർദ്ദവം അറിയാമായിരുന്നു. അതിനേക്കാളെല്ലാം ഉയർന്ന മാർദ്ദവമായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പരിശുദ്ധമായ കൈക്കുണ്ടായിരുന്നത് എന്ന് ആ സഹാബി പറഞ്ഞു. അതിൽ നിന്ന് പട്ടിന്റെ വിഭാഗങ്ങൾ അവരും അറിഞ്ഞിരുന്നു എന്ന് മനസ്സിലായി. നമസ്കാരം 5:45 ഈ പരിപാടി പൂർത്തിയാക്കി ഫലമാക്കൾക്ക് ഫുദലാക്കൾക്ക് സനത് കൊടുത്തതിന് ശേഷം ദുആ ചെയ്തിട്ട് അസ്ര നമസ്കാരത്തിന് പിരിയും. 5:45 നമസ്കാരം. എല്ലാവരും സമാധാനമായി അവിടെ തന്നെ ഇരിക്കും. हाज़रीन गिरामी, आप हज़रात के सुकून को और तवज्जो को देखते हुए मुझे भी हिम्मत हो रही है, लेकिन बहरहाल मैं अपनी गुफ्तगू को जल्द से जल्द समेट कर इख्तिताम तक पहुँचाने की कोशिश करूँगा। बातें बहुत हैं लेकिन मौका कम है, इसलिए एक बात और सुनिए। एक सहाबी कहते हैं रज़ियल्लाहु अन्हु, हुज़ूर सल्लल्लाहु अलैहि वसल्लम के जिस्म अतहर से जो खुशबू फूटती थी वो ऐसी बेहतरीन थी कि उससे बेहतरीन खुशबू मैंने न मुश्क में देखी न अंबर में पाई। रसूलुल्लाह सल्लल्लाहु अलैहि वसल्लम के जिस्म मुबारक से ऐसी बेहतरीन खुशबू आती थी। मा शमिमतु मिस्कन वला अंबरन अत्यबा मिन राइहति रसूलिल्लाह सल्लल्लाहु अलैहि वसल्लम। ये सहाबी कहते हैं, ये हुजूर सल्लल्लाहु अलैहि वसल्लम की शान है। आपका हुलिया मुबारका सहाबा बयान करते हैं तो इसी तरह झूम झूम कर बयान करते हैं, लेकिन मुझ तालिब इल्म को इससे ये भी लगा, मालूम हुआ कि उस ज़माने में खुशबुएँ भी थीं, इत्रियात भी थे, इत्र बनाने वाले भी थे, उसके कारखाने भी थे, उसका इस्तेमाल भी होता था, अंबर भी था, मुश्क भी था और दूसरी किस्म की इत्रियात भी थी। ये आज के दौर की चीज़ नहीं, या हुजूर उस लिए नहीं आए थे कि अंबर कैसे बनाया जाएगा, मुश्क कैसे तैयार होगा, ये बताने के लिए रसूलुल्लाह सल्लल्लाहु अलैहि वसल्लम तशरीफ़ नहीं लाए थे। आज के दौर में परफ्यूम की दुकानें, बड़े बड़े शोरूम और सैकड़ों किस्में, और ये समझा जा रहा है कि आज हमने ये तरक्की की है, लेकिन ये तो पुरानी चीज़ें। हदीस में आता है कि शहीद को मैदान महशर में लाया जाएगा और उसी शान के साथ लाया जाएगा कि सीने पर जख्म लगा है,
और खून उसके सीने से बह रहा है, उसको दिखाने के लिए उम्मत के सामने, दुनिया के सामने कि देखो मेरा बंदा किस तरह अपनी जान मेरे लिए कुर्बान कर गया। हुजूर फरमाते हैं सल्लल्लाहु अलैहि वसल्लम कि रंग तो खून का होगा लेकिन खुशबू मुश्क की होगी। अल्लौनु लौनुद्दम वल आर्फु आर्फुल मिस्क, के खुशबूदार मुश्क है वो, रंग अगरचे खून का होगा लेकिन खून की बदबू नहीं होगी। इस रिवायत से भी पता चलता है हमको कि उस ज़माने में मुश्क भी था, खुशबूयात भी थी, लोगों का इस्तेमाल भी था, और लोग समझते थे जब हुजूर ने फरमाया कि मुश्क की खुशबू होगी तो हुजूर इतरियात का कारखाना लगाने का तरीका सिखाने के लिए नहीं तशरीफ लाए थे। സമാധാനമായിട്ടിരിക്കുന്നു, എല്ലാവരും ശ്രദ്ധയോടുകൂടി സമാധാനത്തോടുകൂടി ഇരിക്കുന്നത് കണ്ടപ്പോൾ എനിക്കും ആവേശം വന്നു. ഞാനും സംസാരിക്കാമെന്ന് വിചാരിച്ചിരുന്നു. പക്ഷേ സമയം അതിക്രമിച്ച് പോയതുകൊണ്ട് പറഞ്ഞ കാര്യത്തിലേക്ക് കൊണ്ടുപോകുന്ന എത്തിക്കാൻ വേണ്ടി ഞാൻ ശ്രമിക്കുകയാണ്. വളരെ പെട്ടെന്ന് തീർക്കാൻ ശ്രമിക്കാം. എല്ലാവരും സമാധാനത്തോടു കൂടി ഇരിക്കും. ഒരു സഹാബി പറയുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പരിശുദ്ധമായ ശരീരത്തിൽ നിന്ന് വരുന്ന സുഗന്ധം, വാസന, ഞാൻ അത് വാസനിച്ചു. പക്ഷേ എൻ്റെ ജീവിതത്തിൽ ഇത്രയും സുഗന്ധമുള്ള കസ്തൂരിയോ അംബറോ ഒന്നും എനിക്ക് മണക്കാൻ സാധിച്ചിട്ടില്ല. ഞാൻ ധാരാളം സുഗന്ധങ്ങൾ മണത്തിട്ടുണ്ട്, പക്ഷേ ഒരു കസ്തൂരിക്കോ ഒരു അംബറിനോ ഈ നിലയിലുള്ള സുഗന്ധമില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പരിശുദ്ധമായ ശരീരത്തിൽ നിന്ന് വരുന്ന സുഗന്ധം, മാ ശമിംതു മിസ്കൻ വല അംബറൻ അത്യബ മിൻ റായിഹത്തി റസൂലില്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പരിശുദ്ധമായ ശരീരം, തങ്ങളുടെ ശരീരത്തിൽ നിന്ന് വരുന്ന ആ സുഗന്ധം, സഹാബാക്കൾ സാധാരണ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അവസ്ഥകളും തങ്ങളുടെ ശാരീരികമായ അവസ്ഥകളെ കുറിച്ചെല്ലാം വിവരിക്കുമ്പോൾ വളരെ ആവേശത്തോടെ വിവരിക്കാറുണ്ട്, വളരെ സ്നേഹത്തോടെ ആനന്ദത്തോടെ വിവരിക്കാറുണ്ട്. അവർ പറയുന്നു, സഹാബി പറയുന്നു, തങ്ങളുടെ ശരീരത്തിൽ നിന്ന് വരുന്ന ആ സുഗന്ധം ഞാൻ മണത്തിട്ടുള്ള കസ്തൂരിയേക്കാൾ അംബറിനേക്കാളെല്ലാം വളരെ ഉയർന്നതാണ്. എന്താ ഇതിൽ നിന്ന് മനസ്സിലാകുന്നത്? അക്കാലത്തും കസ്തൂരി ഉണ്ടായിരുന്നു, അംബർ ഉണ്ടായിരുന്നു, ഉയർന്ന തരത്തിലുള്ള സുഗന്ധദ്രവ്യങ്ങൾ ഉണ്ടായിരുന്നു, ഉയർന്ന അത്തറുകൾ ഉണ്ടായിരുന്നു, സുഗന്ധദ്രവ്യങ്ങൾ ഉണ്ടാക്കുന്ന ഫാക്ടറികൾ ഉണ്ടായിരുന്നു, അതിനെ കച്ചവടം ചെയ്യപ്പെട്ടിരുന്നു, ആളുകൾ ഉപയോഗിച്ചിരുന്നു. ഇതിൽ നിന്ന് മനസ്സിലാകും. ഹദീസിൽ വരുന്നു, നാളെ ഖിയാമത്ത് നാളിൽ ഷഹീദിനെ കൊണ്ടുവരപ്പെടും. മഹ്ശറയിൽ ഷഹീദിന്റെ ശരീരത്തിൽ നിന്ന് രക്തം ഒലിക്കുന്ന നിലയിൽ കൊണ്ടുവരപ്പെടും. കാരണം ജനങ്ങൾ മനസ്സിലാക്കണം, അല്ലാഹു സുബ്ഹാനഹു വ തആല ആളുകളുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെടുത്തുകയാണ്, എൻ്റെ ഈ ദാസൻ എൻ്റെ ദീനിനു വേണ്ടി, എനിക്ക് വേണ്ടി തൻ്റെ ജീവൻ അർപ്പണം ചെയ്യുകയും രക്തം ഒലിപ്പിക്കുകയും ചെയ്ത ആളാണ് എന്ന് അറിയിക്കുന്നതിന് വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല കൊണ്ടുവരും. രക്തം ഒലിക്കുന്ന നിലയിൽ വരുമെന്ന് പറഞ്ഞു. പക്ഷെ നിറം രക്തത്തിന്റെ ആയിരിക്കും, അതിന്റെ മണം കസ്തൂരിയുടെ മണമായിരിക്കുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹദീസിൽ വരുന്നു. അല്ലൗനു ലൗനുദ്ദം വൽ അർഫു അർഫുൽ മിസ്ക്. രക്തം നോക്കുമ്പോൾ നിറം രക്തത്തിന്റെ നിറമായിരിക്കും, പക്ഷെ അതിന്റെ മണം കസ്തൂരിയുടെ ആയിരിക്കുമെന്ന്. ഇതിൽ നിന്ന് എന്ത് മനസ്സിലാകുന്നു? അക്കാലത്തും കസ്തൂരി ഉണ്ടായിരുന്നു, സുഗന്ധദ്രവ്യങ്ങൾ ഉണ്ടായിരുന്നു, ഉയർന്ന തരത്തിലുള്ള മണവസ്തുക്കൾ ഉണ്ടായിരുന്നു. സയ്യിദുനാ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കസ്തൂരി ഉണ്ടാക്കുന്നത് എങ്ങനെയാണ്, സുഗന്ധം എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്ന് പഠിപ്പിക്കാനല്ല വന്നത്. നമ്മൾ വിചാരിക്കുന്നു ഇന്നത്തെ കാലത്തെ കടകളിൽ, വലിയ ഷോറൂമുകളിൽ ഇങ്ങനെ സുഗന്ധദ്രവ്യങ്ങളുടെ വലിയ പെട്ടികൾ, വലിയ വിഭാഗങ്ങൾ ഉണ്ടാക്കി വച്ചിരിക്കുന്നത് കാണുമ്പോൾ ഇന്നാണ് ഇതിന്റെ ഫാക്ടറിയും ഇത് ഉണ്ടാക്കപ്പെടുന്നതെന്ന് നമ്മൾ വിചാരിക്കുന്നു. അല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലത്തും ഇതെല്ലാം ഉണ്ടായിരുന്നു, മനുഷ്യർ ഉപയോഗിച്ചിരുന്നു. അത് പഠിപ്പിക്കാൻ വേണ്ടി അല്ല തങ്ങൾ വന്നത്. हज़रत उमर फरमाते हैं रज़ी अल्लाह अन्हु कि अगर मैं तिजारत करता तो इत्र की तिजारत करता, इसलिए कि अगर मुझे नफ़ा भी न मिलता तो खुशबू तो कहीं न जाती। इन फातनी रिबहुहु लम यफुतनी रीहु, खुशबू तो हमेशा रहती और दिलो दिमाग खुशबू से मेरे मुअत्तर रहते, और कोई नफ़ा मिलता, फ़ायदा होता न होता, लेकिन मैं खुशबू की तिजारत को तरजीह देता। मालूम हुआ कि खुशबू की तिजारतें होती थी। സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹദീസിൽ വരുന്നുണ്ട്, തങ്ങൾ പറയുന്നു, ഞാൻ കച്ചവടം ചെയ്തിരുന്നു. ഹദരത്ത് ഉമർ റളിയല്ലാഹു അൻഹു പറയുന്നു, ഞാൻ കച്ചവടം ചെയ്യുകയായിരുന്നുവെങ്കിൽ അത്തറിന്റെ കച്ചവടം ചെയ്യുമായിരുന്നു, സുഗന്ധം വിൽക്കുമായിരുന്നു. കാരണം സുഗന്ധം വിൽക്കുമ്പോൾ എനിക്ക് ലാഭം കിട്ടിയില്ലെങ്കിലും അതിന്റെ സുഗന്ധമെങ്കിലും അനുഭവിക്കാൻ പറ്റുമല്ലോ. ഇൻ ഫാതനി റിബ്ഹുഹു ലം യഫുത്നി റീഹുഹു, അതുകൊണ്ട് ഞാൻ സുഗന്ധം വിൽക്കാൻ ഇഷ്ടപ്പെടുമായിരുന്നു എന്ന് ഉമർ റളിയല്ലാഹു അൻഹു പറയുമായിരുന്നു. ഇതിൽ നിന്ന് മനസ്സിലായി അന്നും സുഗന്ധദ്രവ്യങ്ങളുടെ കച്ചവടം ഉണ്ടായിരുന്നു. हाज़िरीन गिरामी और ये अज़ीज़ फुज़ला व उलमा, आज अगर मुख्तलिफ किस्म के फ़नून, मुख्तलिफ किस्म की दरसगाहों में पढ़ाए जाते हैं,
मैंने कहा होटल मैनेजमेंट है, बिजनेस मैनेजमेंट है, इंजीनियरिंग कॉलेज है, मेडिकल कॉलेज है, लॉ कॉलेज है, एग्रीकल्चरल यूनिवर्सिटी है, ये सब पढ़ाएं लोग, हमें कोई एतराज़ नहीं, लेकिन आपको परेशान नहीं होना चाहिए कि हमने इनमें से कुछ भी हासिल नहीं किया, इसलिए कि ये सब कुछ जो है उससे ताल्लुक़ नहीं रखता जो रसूलुल्लाह सल्लल्लाहु अलैहि वसल्लम लेकर आए थे। रसूलुल्लाह सल्लल्लाहु अलैहि वसल्लम क्या लेकर आए? कुरान मजीद लेकर आए, अल्लाह की किताब लेकर आए, अल्लाह का कलाम लेकर आए, आयातुल्लाह लेकर आए। गारे हिरा की तन्हाइयों में जिब्रील अमीन ने हाजिरी देकर गुजारिश की थी कि पढ़िएगा पैगंबर, अपने परवरदिगार का नाम लेकर पढ़िए, जिसने जमे हुए खून से इंसान जैसी खूबसूरत और बासलाहियत मखलूक पैदा फरमा दी। पढ़िएगा पैगंबर, पढ़ते रहिएगा कि आपका परवरदिगार बड़ा करीम है, बहुत अता फरमाने वाला है, उसकी दादो दहिश की कोई हद्दो निहायत नहीं है। वो ऐसा है कि जिसने कलम जैसी बेजान और बेरूह शय को इंसान की तालीम का जरिया बना दिया और वो सब कुछ सिखा दिया जो नहीं जानता था। जिब्रील अमीन इक़रा बिस्मि रब्बिकल्लज़ी खलक़ खलक़ल इंसान मिन अलक़ इक़रा व रब्बुकल अकरम अल्लज़ी अल्लम बिल क़लम अल्लमल इंसान मा लम यअलम, ये आयतें लेकर आए और हुजूर सल्लल्लाहु अलैहि वसल्लम से गुजारिश की कि इन्हीं आयतों को पढ़िएगा, दोहराइएगा, इनकी तिलावत कीजिएगा। और इसके बाद भी फिर जो सिलसिला चला है वही का, आयतें उतरती रहीं, रसूलुल्लाह तिलावत फरमाते रहे, अल्लाह आपके सीने में उसे महफूज करता रहा। फिर हुजूर अनवर सल्लल्लाहु अलैहि वसल्लम ये आयतें लोगों को सुनाते रहे, उसके मानी और मतालिब बयान करते रहे, उसके अहकाम समझाते रहे, अल्लाह की मुराद तक पहुँचाते रहे। हुजूर अनवर सल्लल्लाहु अलैहि वसल्लम यही कुरान और कुरान की यही तौज़ीहात और तशरीहात और तफसीर यही लेकर आए थे और यही उम्मत को दिया, इंसानियत को अता फरमाया और यही चीज़ छोड़कर हुजूर इस दुनिया से तशरीफ़ ले गए। ലോകത്ത് ധാരാളം വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, കോളേജുകൾ സ്ഥാപിക്കപ്പെടാറുണ്ട്, ഒരുപാട് കാര്യങ്ങൾ പഠിപ്പിക്കപ്പെടാറുണ്ട്. ഹോട്ടൽ മാനേജ്മെൻറ്റ് പഠിപ്പിക്കപ്പെടുന്നു, ബിസിനസ് മാനേജ്മെൻറ്റ് പഠിപ്പിക്കപ്പെടുന്നു, മെഡിക്കൽ കോളേജുകൾ വരുന്നു, എഞ്ചിനീയറിംഗ് കോളേജുകൾ വരുന്നു, അഗ്രികൾച്ചർ കോളേജുകൾ വരുന്നു. ഇങ്ങനെ ധാരാളം കാര്യങ്ങൾ ഇവിടെ പഠിപ്പിക്കപ്പെടുന്നു. ഇതെല്ലാം പഠിക്കേണ്ടതാണ്, പഠിച്ചോട്ടെ, പഠിക്കുന്നവർ പഠിക്കട്ടെ, അതിലൊന്നും വിരോധമില്ല. പക്ഷേ ഫുദലാക്കളായ ഈ ഉലമാക്കളോട് ഞാൻ പറയുന്നു, നിങ്ങൾക്കാർക്കും ഒരു വിഷമവും തോന്നരുത്. ഇതൊന്നും ഞങ്ങൾക്ക് പഠിക്കാൻ കഴിഞ്ഞില്ലല്ലോ, ഞങ്ങൾക്ക് എന്താണ് കിട്ടിയത് എന്ന് ഒരിക്കലും ഒരു വിഷമവും നിങ്ങൾക്ക് തോന്നരുത്. കാരണം സയ്യിദുനാ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇതൊന്നും പഠിപ്പിക്കാനോ ഇതൊന്നും ഈ ലോകത്ത് നടപ്പിലാക്കാനോ വന്ന ആളല്ല. സയ്യിദുനാ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അല്ലാഹുവിൽ നിന്ന് കൊണ്ടുവന്നു അല്ലാഹുവിൻ്റെ പരിശുദ്ധമായ കലാം, അല്ലാഹുവിൻ്റെ പരിശുദ്ധമായ കിതാബ്, അതാണ് കൊണ്ടുവന്നത്. ആ ഹിറായിലെ ഏകാന്തതയിൽ ജിബ്രീൽ അമീൻ അലൈഹിസ്സലാമിൽ നിന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുക്കൽ വന്ന് തങ്ങൾക്ക് പറഞ്ഞു കൊടുക്കുന്നു അല്ലാഹുവിൻ്റെ കലാം. നബിയെ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഓതുവീൻ, വായിക്കുവീൻ, തങ്ങളുടെ പരിശുദ്ധരായ തങ്ങളുടെ റബ്ബിൻ്റെ നാമത്തിൽ തങ്ങളെ സൃഷ്ടിച്ച രക്തക്കട്ടയിൽ നിന്നും തങ്ങളെ സൃഷ്ടിച്ച തങ്ങളുടെ റബ്ബിൻ്റെ നാമത്തിൽ ഓതുവീൻ, തങ്ങൾ ഓതിക്കൊണ്ടേയിരിക്കുവീൻ. തങ്ങളുടെ റബ്ബ് അതീവ അനുഗ്രഹീതനാണ്, കാരുണ്യവാനാണ്. അള്ളാഹുവിൻ്റെ കാരുണ്യത്തിന് അളവില്ല. അളവറ്റ കാരുണ്യത്തിൻ്റെ ഉടമയായ തങ്ങളുടെ നാഥൻ്റെ, തങ്ങളുടെ രക്ഷിതാവിൻ്റെ നാമത്തിൽ തങ്ങൾ ഓതിക്കൊണ്ടേയിരിക്കുവീൻ. തങ്ങളുടെ നാഥൻ്റെ കാരുണ്യത്തിൻ്റെ അളവ് ഇത്രത്തോളം വിശാലമാണ്. ജീവനില്ലാത്ത നിർജീവിയായ പേനയിൽ നിന്നും ഒരു മരത്തിൻ്റെ കമ്പിൽ നിന്നും ലോകത്തുള്ള മുഴുവൻ വസ്തുക്കളെയും പഠിപ്പിച്ചവനാണ്, മനുഷ്യൻ അറിയാത്ത മുഴുവനെയും പഠിപ്പിച്ചവനാണ്. അങ്ങനത്തെ റബ്ബിൻ്റെ നാമത്തിൽ തങ്ങൾ ഓതിക്കൊണ്ടിരിക്കുകയും ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ് ഖലഖൽ ഇൻസാന മിൻ അലഖ് ഇഖ്റ വറബ്ബുക്കൽ അക്രം അല്ലദീ അല്ലമ ബിൽ ഖലം അല്ലമൽ ഇൻസാന മാ ലം യഅലം. ഇതാണ് അല്ലാഹുവിൻ്റെ ഭാഗത്ത് നിന്ന് കൊണ്ടുവന്നത്. സയ്യിദുനാ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇത് കിട്ടിയതിന് ശേഷം വഹ്യ അല്ലാഹുവിൻ്റെ ഭാഗത്ത് നിന്ന് വന്നുകൊണ്ടേയിരുന്നു, ആയാത്തുകൾ വന്നുകൊണ്ടേയിരുന്നു.
സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മനസ്സിൽ അത് ഓർമ്മയാക്കിക്കൊണ്ടിരുന്നു. പിന്നെ ഉമ്മത്തിന്റെ മുമ്പിലേക്ക് അതിനെ ഓതിക്കൊടുത്തു, പഠിപ്പിച്ചു. അതിന്റെ വിശദീകരണങ്ങൾ, അതിന്റെ വിവരണങ്ങൾ, അതിൽ അടങ്ങിയിരിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് വിശദമായ നിലയിൽ തങ്ങൾ ഉമ്മത്തിന് പഠിപ്പിച്ചു. ഉമ്മത്തിന്റെ മുമ്പിൽ അതിനെ വിതറി ഉമ്മത്തിനെ അള്ളാഹുവുമായി ബന്ധപ്പെടുത്തുന്ന ജോലിയിൽ തങ്ങൾ കഴിഞ്ഞു. ഇതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചെയ്തത്. തങ്ങൾ ഇതാണ് അള്ളാഹുവിങ്കിൽ നിന്ന് കൊണ്ടുവന്നത്. അള്ളാഹുവിന്റെ പരിശുദ്ധമായ കലാം, അള്ളാഹുവിന്റെ പരിശുദ്ധമായ കലാമ് ജനങ്ങളുടെ മുമ്പിൽ ഓതി കേൾപ്പിക്കുക, അത് പഠിപ്പിക്കുക, അതിനെ വിശദീകരിച്ചു കൊടുക്കുക, അതുമായി ബന്ധപ്പെടുത്തുക, അതിൽ കൂടി അള്ളാഹുവിലേക്ക് മനുഷ്യരെ ബന്ധപ്പെടുത്തുക. ഈ ജോലിയായിരുന്നു സയ്യിദുനാ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിങ്കിൽ നിന്ന് കൊണ്ടുവന്നത്. और इस दुनिया से पर्दा फरमाने से पहले आपने क्या फरमाया? फरमाया तरक्तु फीकुम अमराइन, कि दो चीजें छोड़कर जा रहा हूं तुम्हारे माबैन, तुम्हारे दरमियान, तुम्हारे पास। अस्सक़लैन, बहुत अजीम चीजें, वजनदार चीजें, बड़ी कदर व कीमत वाली चीजें, गिरा कदर चीजें। जब तक मजबूती से इन्हें थामे रहोगे, अपने सीने से लगाए रहोगे, गुमराही में न पड़ोगे। अल्लाह की किताब है और रसूलुल्लाह की सुन्नत है। तरक्तु फीकुम अमरैन लन तदिल्लु मा तमस्सक्तुम बिहिमा किताबुल्लाह व सुन्नतु रसूली। तो अल्लाह के आखिरी पैगंबर सरकार दो आलम सल्लल्लाहु अलैहि वसल्लम, हमारे आका, हमारे सरदार, हमारे मोहसिन आज़म हुजूर सल्लल्लाहु अलैहि वसल्लम अल्लाह के पास से कुरान लाए, कुरान के मानी व मतालिब लाए, वो भी अल्लाह के दिए हुए थे। व अंज़लना इलैका ज़िक्र लितुबय्यिना लिन्नासि मा नुज़्ज़िला इलैहिम। पैगंबर, हमने आप पर कुरान उतारा ताकि कुरान की उतारी हुई आयतों की आप वजाहत फरमाएं। ये वजाहत कुरान ही का हिस्सा है। इसीलिए हुजूर ने जाते हुए इरशाद फरमाया कि दो चीजें, एक अल्लाह की किताब और उसकी तौज़ीहात व तशरीहात व तफसीलात, उसके अहकाम, मारिफ, मसाइल, हक़ाइक़, दक़ाइक़, क़वानीन, ज़वाबित, ये सब मैं छोड़ कर जा रहा हूँ। ये दोनों चीज़ें हैं, कुरान से अलग नहीं है हदीस, और हदीस कुरान है, उसकी तफसीर है। फरमाया कि यही दो चीज़ें छोड़ कर जा रहा हूँ, यही दो चीज़ें लेकर मैं आया था, इनको मजबूती से थामो। और बुजुर्गान मुहतरम, उलमाए किराम, अल्लाह का हमें शुक्र अदा करना चाहिए कि अल्लाह ने हमें इस रास्ते पर डाला जो पैगंबर का रास्ता था, और जो दौलत रसूलुल्लाह ने छोड़ी थी, अल्लाह ने उस दौलत को हासिल करने की तरफ हमें मुतवज्जह कराया। और हम मदरसों में आए, कश्शाफुल उलूम में आए, और वहाँ से हमने कुरान सीखा, हदीस सीखी, इल्म दीन हासिल किया, इल्म शरीयत हासिल किया। और चीज़ें हमें मालूम हो या न हो, हमें उससे बहस नहीं, इसलिए कि जो रसूलुल्लाह लाए थे वो यही चीज़ें थीं, और हमने उन्हीं चीज़ों को हासिल किया है। इसलिए आप में से हर एक को अल्लाह का शुक्र अदा करना चाहिए, खुश होना चाहिए। वबिज़ालिका फ़ल्यफ़रहिल मोमिनून, मोमिनों को चाहिए कि इस पर खुश हो और अल्लाह का शुक्र अदा करें। मैं समझता हूँ कि इंशाअल्लाह आप भी इसी जज्बे के साथ होंगे। मैंने फिर अर्ज़ किया कि दूसरे फ़नून और उलूम से हमें कोई इश्काल नहीं, इनकार नहीं, वो सब होना चाहिए, लेकिन रसूलुल्लाह सल्लल्लाहु अलैहि वसल्लम जो लेकर आए थे वो ये चीज़ें थी। इसीलिए हुजूर ने फरमाया अल उलमा वरसतुल अंबिया व इन्नल अंबिया लम युवर्रिसु दीनारन वला दिरहमन व इन्नमा वर्रसुल इल्म मन अखज़हु अखज़ बिहज़्ज़िन वाफिर। बड़ी दौलत पाई आपने, बड़ा नसीबा आपका खुल गया, बहुत खुश नसीब हैं आप कि अल्लाह के आखिरी पैगंबर जो लाए थे उस सिलसिले में आप हैं, और आप उन्हीं चीज़ों को लेकर चल रहे हैं। मैं अल्लाह का शुक्र अदा करता हूँ और आपको मुबारकबाद देता हूँ। मौलाना अब्दुल करीम साहब रशादी कासिमी को मुबारकबाद देता हूँ कि उन्होंने इस इदारे के अंदर नई रूह फूकी और ये बच्चे तैयार हो गए, ये उलमा फुज़ला कुर्रा तैयार हो गए, और अल्लाह का ये फजल है और एहसान है। റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ജോലിയെല്ലാം ചെയ്ത്
അവസാനം നമ്മൾ ഇന്ന് യാത്ര പറയുന്നതിന് മുമ്പായി തങ്ങൾ പറഞ്ഞു, ഞാൻ നിങ്ങളിൽ 2 വസ്തുക്കൾ വിട്ടിട്ട് പോകും. ഇത് രണ്ടിനെയും നിങ്ങൾ മുറുകെ പിടിക്കണം. 2 കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് വിട്ടിട്ട് പോവുകയാണ്. ഞാൻ പോകുമ്പോൾ 2 വസ്തുക്കൾ, വളരെ വിലപ്പെട്ട, ഭാരമുള്ള, ഉയർന്ന, വിലമതിക്കാനാകാത്ത, വലിയ മഹത്വവും സ്ഥാനവുമുള്ള 2 വസ്തുക്കൾ ഞാൻ നിങ്ങളിൽ വിട്ടിട്ട് പോകുന്നു. അത് രണ്ടിനെയും നിങ്ങൾ മുറുകെ പിടിക്കണം. ഒന്ന് അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ കിതാബ്, 2 അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ കിതാബിൻ്റെ വിശദീകരണങ്ങൾ, വിവരണങ്ങൾ, അതിൽ ഉൾക്കൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ, അതിൻ്റെ ആശയങ്ങളും അർത്ഥങ്ങളും അടങ്ങിയ പരിശുദ്ധമായ ഹദീസ്. ഇത് രണ്ടും ഞാൻ നിങ്ങളിൽ വിട്ടിട്ട് പോകുന്നു. തറക്തു ഫീക്കും അംറൈൻ ലൻ തളില്ലു മാ തമസ്സക്തും ബിഹിമാ കിതാബുല്ലാഹ് വസുന്നത്തു റസൂൽ. ഇത് രണ്ടുമാണ് ഞാൻ വിട്ടിട്ട് പോകുന്നത്. ഇതിനെ നിങ്ങൾ മുറുകെ പിടിക്കണം. ഖുർആൻ അള്ളാഹുവിൻ്റെ കലാം ഒന്ന് ആ കലാമിൻ്റെ വിവരണവും അള്ളാഹുവിൻ്റെ ഭാഗത്ത് നിന്ന് തന്നെ ഉള്ളതാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, വഅൻസൽനാ ഇലൈക ദിക്റ ലിതുബയ്യിന ലിന്നാസി മാ നുസ്സില ഇലൈഹിം. തങ്ങൾക്ക് പരിശുദ്ധമായ ഖുർആനിനെ ഞാൻ അവതരിപ്പിച്ചു തന്നു, തങ്ങൾ ജനങ്ങൾക്ക് അതിലുള്ള കാര്യങ്ങളെ വിവരിച്ചു കൊടുക്കാൻ വേണ്ടി. ഇപ്പൊ ഖുർആൻ മാത്രമല്ല, ഹദീസും അള്ളാഹുവിങ്കിൽ നിന്നുള്ളതാണ്. ഖുർആനിന്റെ വിവരണമാണ് ഹദീസ്. ഖുർആൻ ഹദീസുമായി ബന്ധപ്പെട്ടതാണ്. ഇത് രണ്ടിനെയും മുറുകെ പിടിക്കും. ഇത് രണ്ടിനെയും മുറുകെ പിടിച്ചാൽ നിങ്ങൾ ഒരിക്കലും വഴികെട്ട് പോവുകയില്ല, തെറ്റായ വഴിയിൽ നിങ്ങൾ ആവുകയില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞ് ഇത് രണ്ടുമാണ് കൊണ്ടുവന്നത്. ഞാൻ അള്ളാഹുവിങ്കിൽ നിന്ന് കൊണ്ടുവന്നത് ഇതാണ് നിങ്ങൾ ഏറ്റെടുക്കേണ്ടത്. ഈ ഫുദലാക്കളായ സ്നേഹിതന്മാരോട് ഞാൻ ഉപദേശിക്കുന്നു, ആർക്കും മറ്റൊന്നും കിട്ടിയില്ലെങ്കിൽ വിഷമിക്കേണ്ടതില്ല. ഇതിനർത്ഥം ഞാൻ ആവർത്തിച്ച് പറയുകയാണ്, ഈ പറഞ്ഞ മറ്റ് ഭൗതികമായ നേട്ടങ്ങൾ ഉണ്ടാക്കുന്ന വിദ്യകളൊന്നും പഠിക്കേണ്ടെന്നോ അതൊന്നും ആവശ്യമില്ലാത്തതാണെന്നല്ല, എല്ലാം വേണ്ടത് തന്നെയാണ്. പക്ഷേ സയ്യിദുനാ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇതൊന്നിനും വേണ്ടിയല്ല ഇവിടെ വന്നത്. തങ്ങൾ കൊണ്ടുവന്ന ഈ 2 വസ്തുക്കളാണ്. ഇത് രണ്ടും നേടാൻ നിങ്ങൾക്ക് ഭാഗ്യം നൽകി. നിങ്ങൾക്ക് അല്ലാഹു തആല ചെയ്ത വലിയ അനുഗ്രഹമാണ്. അല്ലാഹുവിൻ്റെ അനുഗ്രഹത്തിനെ സ്തുതിച്ചുകൊണ്ടിരിക്കണം. കാരണം മദ്രസയിലേക്ക് വരാൻ, ഈ കശാഫുൽ ഉലൂമിൽ വരാൻ, ഉസ്താദന്മാരോടൊപ്പം സഹകരിച്ച് നിങ്ങൾക്ക് ഈ പരിശുദ്ധമായ ഇൽമ്, അല്ലാഹുവിൻ്റെ പരിശുദ്ധമായ കലാം കിതാബ്, അതിൻ്റെ വിവരണമായ, വിശദീകരണമായ, അതിൻ്റെ ആശയങ്ങൾ ഉൾക്കൊള്ളുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അതിൽ നിന്ന് വിവരിച്ചു തന്ന ഹദീസുകൾ, അത് ഉൾക്കൊണ്ടിരിക്കുന്ന നിയമങ്ങളും വിധികളും നിർദ്ദേശങ്ങളും, അത് ഉൾക്കൊണ്ടിരിക്കുന്ന അഹ്കാമുകളും വിശ്വാസങ്ങളും എല്ലാം പഠിക്കാനും മനസ്സിലാക്കാനും അതിനെ മനസ്സിൽ ഉൾക്കൊള്ളാനും ഭാഗ്യം കിട്ടിയതിൻ്റെ പേരിൽ അതാണ് നിങ്ങൾ സന്തോഷിക്കേണ്ടത്. അതാണ് നിങ്ങൾക്ക് കിട്ടിയ ഏറ്റവും ഉയർന്നത്. ഒരിക്കലും ഇത് ചെറുതാണെന്ന്, ഇത് നമുക്കൊന്നും കിട്ടിയില്ല എന്ന് വിഷമിക്കാനോ ചിന്തിക്കാനോ ഇല്ല. ഏറ്റവും ഉയർന്ന വിലപ്പെട്ടതാണ് കിട്ടിയത്. സന്തോഷിക്കാൻ അവകാശമുള്ളതാണ്. ഇതിന്റെ പേരിലാണ് സന്തോഷിക്കേണ്ടത്. സന്തോഷം ഇതിന്റെ പേരിലാണ് ഉണ്ടാകേണ്ടത് എന്ന് മനസ്സിലാക്കി ഈ 2 വസ്തുക്കൾ അള്ളാഹുവിങ്കിൽ നിന്നും സയ്യിദുനാ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കൊണ്ടുവന്ന ഈ 2 വസ്തുക്കളെ നമ്മൾ ഏറ്റെടുക്കുകയും അത് കരസ്ഥമായതിന്റെ പേരിൽ സന്തോഷിക്കുകയും അതിനെ ഉൾക്കൊള്ളാനും അതിനെ പ്രചരിപ്പിക്കൽ നമ്മളുടെ ബാധ്യതയായി ഏറ്റെടുക്കാനും തയ്യാറായാൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അതിന്റെ പേരിലാണ് പറഞ്ഞത്, ഉലമാക്കൾ അമ്പിയാക്കളുടെ വാരിസ്യങ്ങളാണ്. അവർ വിട്ടിട്ട് പോയത് ഇതാണ്, അൽ ഉലമാഉ വറസത്തുൽ അംബിയാ വ ഇന്നൽ അംബിയാ അലം യുവരിസു ദീനാറൻ വലാ ദിർഹമൻ വ ഇന്നമാ വറസുൽ ഇൽം ഫമൻ അഖദഹു അഖദ ബിഹദ്ദിൻ വാഫിർ. ഇതാണ് ഏറ്റവും ഉയർന്ന സമ്പത്ത്. ഏറ്റവും വിലപ്പെട്ട മുതൽ നമ്മളുടെ കയ്യിൽ കിട്ടിയിരിക്കുകയാണ്. ഇത് സമ്പാദിച്ചപ്പോൾ വേറെ എന്ത് നഷ്ടപ്പെട്ടു പോയാലും നമുക്കൊന്നും വരാനില്ല. അതൊന്നും ഒരു നഷ്ടമായി കണക്കാക്കാതെ ഇതിനെ വളരെ മതിപ്പുള്ളതായി, വിലയുള്ളതായി കണക്കാക്കി ഇതിനെ ഉൾക്കൊള്ളാനും ഇതിനെ പ്രചരിപ്പിക്കാനും ഇതിനെ മുറുകെ പിടിക്കാനും നമ്മൾ തയ്യാറാകണം. ആ വഴിയിൽ നിൽക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഭാഗ്യം തന്നതിൻ്റെ പേരിൽ നാം അല്ലാഹുവിനെ സ്തുതിക്കുന്നവരാകണം. വിശിഷ്യ ഫുദലാക്കളായ ഉലമാക്കളായ ആളുകൾ എല്ലാ സന്ദർഭങ്ങളിലും അല്ലാഹുവിനെ നന്ദി രേഖപ്പെടുത്തുന്നവരും അല്ലാഹുവിനെ സ്തുതിക്കുന്നവരുമാകണം. ഇതാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. അല്ലാഹുവിനെ സ്തുതിക്കുകയും സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേൽ സലാത്ത് വർഷിക്കുകയും ചെയ്യുന്നു. ഈ ബഹുമാനപ്പെട്ട അബ്ദുൽ കരീം ഉസ്താദ് അവർകളെയും ഞാൻ ആശംസകൾ അറിയിക്കുകയാണ്. ഈ കാര്യങ്ങളെല്ലാം നടത്തി ഇത്രയും ഫുദലാക്കളെ തയ്യാറാക്കിയെടുക്കുകയും ചെയ്തതിൻ്റെ പേരിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാവർക്കും നല്ല പ്രതിഫലം തരട്ടെ എന്ന് ഞാൻ ആശീർവദിക്കുകയും ആശംസിക്കുകയും ചെയ്യുക. किसी को शुबा ना हो, मैंने फ़िक़ह का तज़किरा नहीं किया, लेकिन ये भी कुरान और हदीस से अलग नहीं है। कुरान से निकले हुए अहकाम, हदीस से निकलने वाले मसाइल, उनके मजमूए को वो क्या है, फ़िक़ह कहते हैं। अलग से कोई चीज़ नहीं है, इसलिए कि किसी को शुबा नहीं होना चाहिए।
ആർക്കും സംശയമുണ്ടാകരുത്, ഖുർആനും ഹദീസും മാത്രം പറഞ്ഞപ്പോൾ ഞാൻ ഫിഖ്ഹിനെ നിഷേധിക്കുകയും ഫിഖ്ഹിനെ മാറ്റിവെക്കുകയും ചെയ്യുകയാണെന്ന്. അങ്ങനെയല്ല, ഖുർആനിൽ നിന്ന് ഹദീസിൽ നിന്ന് എടുക്കുന്ന നിയമങ്ങളും അതിൻ്റെ അഹ്കാമുകളും അതിൻ്റെ വിവരണങ്ങളുടെയും സമാഹാരമാണ് ഫിഖ്ഹ്. മറ്റൊന്നല്ല, ഖുർആനിലും ഹദീസിലും ഉൾക്കൊണ്ടിരിക്കുന്ന കാര്യമാണ്. അതുകൊണ്ട് ഫിഖ്ഹിനെ ഒഴിവാക്കിയതല്ല, അത് തന്നെയാണ് ഫിഖ്ഹ്, ഖുർആനും ഹദീസും. हज़रत मौलाना अब्दुल करीम साहब दामत बरकातुहुम का शुक्रिया अदा करता हूँ ज़िम्मेदारान मदरसा का कि उन्होंने इस अहम मौके पर मुझ तालिब इल्म को याद फरमाया और कुछ बोलने का भी मुझे मौका दिया। आप हजरात का भी ममनून हूँ कि आपने निहायत सुकून और इत्मीनान के साथ मेरी तालिब इल्माना गुफ्तगू की समाअत फरमाई। हज़रत मौलाना का बहुत ज़्यादा शुक्रिया अदा करता हूँ कि उन्होंने मेरी तालिब इल्माना गुफ्तगू का बेहतरीन अंदाज में तर्जुमा फरमाया और उसके अंदर जो खामियां हो सकती थीं उनको भी दूर करके आपके सामने उन्होंने मेरी बात रखी। वो इसके मुस्तहिक थे कि ख़ुद बयान फरमाते तो इससे बेहतर बयान होता। लेकिन बहरहाल मैं उनका पहले भी ममनून था, अब भी ममनून। आखिर में फिर एक बार अल्लाह तबारक व तआला का शुक्र अदा करते हुए रसूलुल्लाह सल्लल्लाहु अलैहि वसल्लम के दरबार आली में हदिया दरूद व सलाम पेश करने की फिर एक बार सआदत पाते हुए इजाज़त चाहता हूँ। व आखिर दावाना अनिल हम्दुलिल्लाहि रब्बिल आलमीन। कर दीजिए पूरा तर्जुमा। ഹദരത്ത് അബ്ദുൽ കരീം ഉസ്താദ് അവർക്ക് ഞാൻ നന്ദി രേഖപ്പെടുത്തുകയാണ്. അതുപോലെ മദ്രസയുടെ ഭാരവാഹികൾക്കും ഉത്തരവാദിത്തപ്പെട്ടവർക്ക് ഞാൻ നന്ദി രേഖപ്പെടുത്തുന്നു. ഇങ്ങനത്തെ ഈ പ്രധാനപ്പെട്ട സമയത്ത് എന്നെ നിങ്ങൾ വിളിക്കുകയും ക്ഷണിക്കുകയും ഇവിടെ വന്ന് ഇതുമായി ബന്ധപ്പെടാൻ എനിക്ക് അവസരമുണ്ടാക്കി തരികയും ചെയ്തതിൻ്റെ പേരിൽ ഞാൻ നന്ദി രേഖപ്പെടുത്തുന്നു. ശ്രോതാക്കളായ നിങ്ങളെല്ലാവർക്കും നന്ദി രേഖപ്പെടുത്തുകയാണ്. സമാധാനത്തോടുകൂടി വളരെ അച്ചടക്കത്തോടുകൂടി അവസാനം വരെ ഇരുന്ന് ഈ പറഞ്ഞ വാക്കുകളെല്ലാം ശ്രദ്ധിച്ചതിൻ്റെ പേരിൽ. പിന്നെ അതിർത്ത് പറഞ്ഞു, തർജ്ജമ ചെയ്ത ആൾക്കും നന്ദി രേഖപ്പെടുത്തുന്നു. കാരണം വിട്ടിരുന്നെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ പറയുമായിരുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാവരെയും അനുഗ്രഹിക്കുകയും എല്ലാവർക്കും എല്ലാ നിലയിലുള്ള ഖൈറുകൾ ബറകാത്തുകൾ ചൊരിയുകയും ചെയ്യുമാറാകട്ടെ. അവസാനമായി അള്ളാഹുവിനെ സ്തുതിച്ചുകൊണ്ടും സയ്യിദനാ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ തിരുസന്നിധിയിൽ ആയിരം സലവാത്തുകളുടെ തുണ്ടുകൾ സമർപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾക്ക്